ഭാഗം ഓൾറെഡി നമ്മൾ കവർ ചെയ്തിരുന്നു. ഈ പർപ്പുട്ട് മുഴുവൻ വായിക്കാനുള്ള സമയമില്ല, എന്നാൽ ബാക്കി വേറൊന്നും പറയാൻ പറ്റില്ല. സോ കുറച്ച് വായിക്കാം. അടുത്തത് ധൗമ്യനെ കുറിച്ചാണ്. ഉത്കോചക തീർത്ഥത്തിൽ കഠിന തപശ്ചര്യകൾ അനുഷ്ഠിച്ച ശ്രേഷ്ഠനും പാണ്ഡവ രാജാക്കന്മാരുടെ രാജഗുരുവുമായ മുനി ധൗമ്യൻ. അദ്ദേഹം പാണ്ഡവരുടെ നിരവധി മതാചാര സംസ്കാര കർമ്മങ്ങളിൽ പുരോഹിതനായ ആചാര്യനായി വർത്തിച്ചു. ദ്രൗപദിയുടെ നിശ്ചിതാംബൂല വേളയിൽ പാണ്ഡവരിൽ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു. പാണ്ഡവർ രാജ്യഭ്രഷ്ടരാക്കപ്പെട്ടപ്പോഴും അദ്ദേഹം സന്നിഹിതനായിരുന്നു എന്ന് മാത്രമല്ല, അവർ സംഭ്രാന്തരായ സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം അവരെ പതിവായി ഉപദേശിച്ചിരുന്നു. എപ്രകാരം ഒരു വർഷം അജ്ഞാതവാസത്തിൽ ഏർപ്പെടണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ കർശനമായി പാലിക്കുകയും ചെയ്തു. സം ഗ്രാമർ മിസ്റ്റേക്ക്. കുരുക്ഷേത്ര യുദ്ധാനന്തരം നിർവഹിക്കപ്പെട്ട പൊതു സംസ്കാര കർമ്മത്തിൽ അദ്ദേഹത്തിന്റെ നാമവും പരാമർശിക്കപ്പെട്ടിരുന്നു. മഹാഭാരതത്തിലെ അനുശാസന പർവത്തിൽ അദ്ദേഹം മഹാരാജ യുധിഷ്ഠിരന് മതാചാരത്തെ സംബന്ധിച്ച് സവിസ്തരമായ നിർദ്ദേശങ്ങൾ നൽകി. യഥാർത്ഥത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമി ധർമ്മത്തിന്റെ യഥോചിതനായ ആചാര്യനാണ്. ആകയാൽ പാണ്ഡവരെ നേരായ ധർമ്മപന്ഥാവിലൂടെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ആശ്രമധർമ്മം അഥവാ ഒരു പ്രത്യേക വർണ്ണത്തിന്റെ കർമ്മസംബന്ധ കർത്തവ്യങ്ങളെ ശരിയായ പാതയിൽ പുരോഗമനപരമായി നയിക്കുക എന്നതാണ് പൗരോഹിത്യന്റെ ഉദ്ദേശം. പ്രായോഗിക തലത്തിൽ കുലപുരോഹിതനും ആത്മീയ ഗുരുവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. സന്യാസിമാരും മുനിമാരും ദിവ്യന്മാരും ബ്രാഹ്മണരും അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഉദ്ദേശിച്ചുള്ളവരാകുന്നു. വായിക്കാം. ബാദരായണൻ, വ്യാസദേവൻ, കൃഷ്ണദ്വൈപായനൻ, സത്യവതീസുതൻ, പാരാശര്യൻ, പരാശരാത്മജൻ, ബാദരായണൻ, വ്യാസദേവൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. മഹായോദ്ധാവായ പിതാമഹൻ ഭീഷ്മദേവന്റെ പിതാവായ മഹാരാജ ശന്തനുവുമായുള്ള സത്യവതിയുടെ നിശ്ചയതാംബൂലത്തിന് മുൻപ് മഹാമുനി പരാശരന് സത്യവതിയിൽ ഉണ്ടായ പുത്രനാണ് അദ്ദേഹം. നാരായണന്റെ പ്രബലനായ അവതാരമാകുന്ന അദ്ദേഹം ലോകം മുഴുവൻ വേദവിജ്ഞാനം പ്രചരിപ്പിച്ചു. അതിനാലാണ് വേദപാരായണത്തിന് മുൻപ്, വിശേഷിച്ചും പുരാണ കഥനത്തിന് മുൻപ് വ്യാസദേവന് ഉപചാരം അർപ്പിക്കുന്നത്. ശുകദേവ ഗോസ്വാമി അദ്ദേഹത്തിന്റെ പുത്രനാണ്. വൈശമ്പായനനെ പോലുള്ള ഋഷിമാർ വേദങ്ങളുടെ വിവിധ ശാഖാ പഠനത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹം മഹാഭാരതം എന്ന മഹത്തായ ഐതിഹാസിക മഹാകാവ്യത്തിന്റെയും ഉത്കൃഷ്ട അതീന്ദ്രിയ സാഹിത്യമായ ഭാഗവതത്തിന്റെയും രചയിതാവാകുന്നു. ബ്രഹ്മസൂത്രങ്ങൾ, വേദാന്ത സൂത്രങ്ങൾ അഥവാ ബാദരായണ സൂത്രങ്ങൾ അദ്ദേഹത്താൽ രചിക്കപ്പെട്ടവയാകുന്നു. കഠിന തപശ്ചര്യയിലൂടെ മുനിമാരുടെ മധ്യേയുള്ള അത്യന്തം ആദരിക്കപ്പെടുന്ന രചയിതാവായി തീർന്നു അദ്ദേഹം. കലിയുഗത്തിൽ സർവമാന ജനങ്ങളുടെയും നന്മയ്ക്കായി അത്ഭുതകരവും വിപുലവും ശ്രേഷ്ഠവുമായ ഐതിഹാസിക മഹാകാവ്യമായ മഹാഭാരതം രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന് താൻ ഉച്ചരിക്കുന്നത് രചിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള ശക്തനായ ഒരു രചയിതാവിന്റെ ആവശ്യകത അനുഭവപ്പെട്ടു. ഇടതടവില്ലാതെ നിർവിഘ്നം ഉച്ചരിക്കുകയാണെങ്കിൽ രചനാകർമ്മം നിർവഹിക്കാം എന്ന വ്യവസ്ഥയിൽ ശ്രീ ഗണപതി ബ്രഹ്മദേവന്റെ ആജ്ഞ അനുസരിച്ച് ആ കർത്തവ്യം ഏറ്റെടുത്തു. അപ്രകാരം ഗണേശദേവന്റെയും വ്യാസദേവന്റെയും കൂട്ടായ പ്രയത്ന ഫലമായി മഹാഭാരതം രചിക്കപ്പെട്ടു. പിന്നീട് മഹാരാജ ശന്തനുവിനെ വിവാഹം ചെയ്ത തന്റെ മാതാവിന്റെ ആജ്ഞപ്രകാരവും മഹാരാജ ശന്തനുവിന്റെ ആദ്യ പത്നിയായ ഗംഗയിലുണ്ടായ
മൂത്ത പുത്രനായ ഭീഷ്മദേവന്റെ അപേക്ഷ പ്രകാരവും അദ്ദേഹം വ്യാസദേവൻ ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ എന്നീ 3 ബുദ്ധിശാലികളായ പുത്രന്മാർക്ക് ജന്മം നൽകി. കുരുക്ഷേത്ര യുദ്ധശേഷവും മഹാഭാരതത്തിലെ എല്ലാ മഹാനായകന്മാരുടെയും മൃത്യുവിനു ശേഷവും വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാകുന്നു മഹാഭാരതം എന്ന ഐതിഹാസിക മഹാകാവ്യം. മഹാരാജ പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയ മഹാരാജാവിന്റെ രാജസദസ്സിലാണ് ഇത് ആദ്യമായി വിവരിക്കപ്പെട്ടത്. ഓം തത്സത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. हरे कृष्णा. सब समझ गए? थोड़ा टाइम कम है तो दोनों भाषाओं में अनुवाद शायद थोड़ा मुश्किल रहेगा. देखते हैं. सो ഇവിടുത്തെ രംഗം മഹാഭാരത യുദ്ധത്തിന് ശേഷം 60 കോടി 60 crores അത്രയും യോദ്ധാക്കള് കൗരവന്മാരുടെ സൈഡിലും പാണ്ഡവന്മാരുടെ സൈഡിലും നാമാവശേഷമായി. മനുഷ്യര് മാത്രമല്ല, കുതിരകൾ, ആനകൾ എന്ന് വേണ്ട ഇങ്ങനെ പല പല യുദ്ധത്തിൽ പങ്കെടുത്തവരെല്ലാവരും പ്രാണത്യാഗം ചെയ്തു. അവസാനം വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ അവശേഷിച്ചുള്ളൂ. അതില് പഞ്ചപാണ്ഡവന്മാരുണ്ടായിരുന്നു. കൗരവന്മാരുടെ സൈഡിൽ നിന്ന് വളരെ വെരി റെയർ പീപ്പിൾ. ബാക്കി എല്ലാവരും മരിച്ചു. സോ ഭീഷ്മദേവര് അച്ഛന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യു. उनको जब इच्छा है, इच्छा मृत्यु, तो जब उनको इच्छा है, उनकी इच्छा है, तब वो जब चाहेंगे तब मर सकते, प्राण त्याग कर सकते हैं. സോ അങ്ങനെ ഒരു സാഹചര്യം. അതുകൊണ്ട് ഉത്തരായണത്തിന് വേണ്ടി ഭീഷ്മര് കാത്തിരിക്കുകയാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 8ാം അധ്യായത്തില്, ചില സമയങ്ങൾ, ചില സാഹചര്യങ്ങൾ ശരീരം ഉപേക്ഷിക്കാൻ അനുയോജ്യമാണ്. ഉദാഹരണത്തിന് കൃഷ്ണപക്ഷം, ശുക്ലപക്ഷം, ചന്ദ്രൻ വളർന്നു വരുന്ന, വികസിച്ചു വരുന്ന ആ ഒരു സമയത്ത്, അതുപോലെ ഉത്തരായണത്തില് പകൽ സമയം, ഇതൊക്കെ ശരീരം ഉപേക്ഷിക്കുന്നത് വളരെ മംഗളകരമാണ്. പക്ഷെ അതേസമയം നേരെ വിപരീതം കൃഷ്ണപക്ഷം, ദക്ഷിണായനം, അതുപോലെ രാത്രി സമയം, ഈ സമയത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അത് മംഗളകരമല്ല. അതിന് പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം. എൻ്റെ ഗ്രാൻഡ് മദർ
ദക്ഷിണായനത്തിലാണ് മരിച്ചത്. അപ്പൊ ആ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. പറഞ്ഞു ഇത് ഓരോന്നിനും പരിഹാരങ്ങളുണ്ട്. വാസ്തവത്തില് മരിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ ദഹിപ്പിക്കണം എന്നാണ്. ഭഗവത്ഗീതയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ആഹാരം പാചകം ചെയ്യുമ്പോൾ 3 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. അതിൽ താമസിച്ചു കഴിഞ്ഞാൽ അത് താമസ ഗുണത്തിലാവും. അതുപോലെ അഗ്നിദേവന് വളരെ ഇഷ്ടമാണെന്ന്, പ്രത്യേകിച്ച് മനുഷ്യ ശരീരം അഗ്നിദേവന് വളരെ ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷെ അഗ്നിദേവന് 3 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം ആഹാരമായിട്ട്. യമരാജൻ ക്ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 മണിക്കൂറിനകത്ത് കൊടുക്കണം എന്നാണ്. അതിലും വൈകി കഴിഞ്ഞാൽ ഫ്രീസറിലൊക്കെ വെച്ച് 2 ദിവസം 3 ദിവസം ഒക്കെ ആണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ്, ഫ്രീസറിൽ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു പ്രായശ്ചിത്തമുണ്ട്. പര്യുഷിത പ്രായശ്ചിത്തം എന്ന് പറയും. പര്യുഷിതം എന്ന് പറഞ്ഞാൽ ചീഞ്ഞു പോയത്. मैं कह रहा हूं कि अग्निदेव को मानव शरीर खाने को बहुत पसंद है, ऐसा शास्त्र में लिखा है, लेकिन शरीर छोड़ने के बाद 3 घंटे के अंदर उनको अर्पण करना है. अगर 3 घंटे के अंदर नहीं किया, अगर हम फ्रीजर में रखते हैं 1 दिन 2 दिन, उसके बाद देते हैं, तो उधर प्रायश्चित करना है. उसको पर्युषित प्रायश्चित कहते हैं. उसके लिए क्षमा मांगिए. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഭീഷ്മദേവൻ പ്രാണത്യാഗം ചെയ്തിട്ടില്ല. മഹാഭാരത യുദ്ധം നമ്മളൊരു കണക്കിലെടുക്കുകയാണെങ്കിൽ ഗീതാ ജയന്തി സാധാരണ നവംബർ ഡിസംബറിലാണ് വരുന്നത്. അന്നു മുതൽ ഗീതാ ജയന്തിയുടെ ദിവസമാണ് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നത്, അല്ലെ? അവിടെ നിന്ന് നമുക്ക് 18 ദിവസം ആഡ് ചെയ്യാം മഹാഭാരത യുദ്ധം തീരുന്ന സമയം. അപ്പോഴും ഡിസംബർ മാസത്തിലോ നവംബർ മാസത്തിലോ ആയിരിക്കും ഇത്, അല്ലെ? പക്ഷെ ഉത്തരായണം വരുന്നത് എപ്പോഴാണ്? ജനുവരി, റൈറ്റ്? ഐ തിങ്ക് ഈ മകരം അല്ലേ ട്രാൻസിഷൻ വരുന്നത്. അപ്പോ ഏകദേശം 1 മാസം സമയമുണ്ട്. അത്രയും കാലം ഭീഷ്മദേവര് 6 മാസം ഭീഷ്മരുണ്ടായിരുന്നു ആ സമയത്ത്. ഓ, ഇക്വിനോക്സിനാണ് പോകുന്നത്. അപ്പോ ഉത്തരായണം തുടങ്ങിയിട്ടല്ല, ഉത്തരായണത്തിന്റെ മധ്യത്തിലാണ് പോകുന്നതെന്നാണ് പറയുന്നത്, റൈറ്റ്? സോ കുറെ കാലം ഉണ്ടായിരുന്നു ഭീഷ്മര്. പക്ഷെ ശരീരം ഉപേക്ഷിച്ചിരുന്നില്ല, ആത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനും എല്ലാം സാധിക്കുമായിരുന്നു. അതാണ് ഒരു യോദ്ധാവ് എന്ന് പറഞ്ഞാൽ. ആലോചിച്ച് നോക്ക്, എത്ര ഒരു ശക്തി ഉണ്ടാവണം. ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളും അമ്പ് കൊണ്ട്, അസ്ത്രം കൊണ്ട് തറച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാൽ അതേ ശരീരം ഉപേക്ഷിക്കാതെ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കും, റൈറ്റ്? ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ. സോ അതുകൊണ്ട് തന്നെ ഭീഷ്മദേവരെ കാണാനും ഭീഷ്മദേവരുടെ റിയലൈസ്ഡ് നോളജ്, വെറുതെ ഒരു തിയററ്റിക്കൽ നോളജ് അല്ല, എങ്ങനെ പറയാ, വെറുതെ ഒരു കേട്ടുപഠിച്ച ഒരു അറിവ് മാത്രമല്ല, സാക്ഷാത്കരിച്ച ജ്ഞാനം, സാക്ഷാത്കൃത് ജ്ഞാനം. അദ്ദേഹം ആ അറിവനുസരിച്ച് ജീവിച്ച് കാണിക്കുകയാണ് ഭീഷ്മദേവര്. നമ്മള് ഫസ്റ്റ് തന്നെ വരുമ്പോ ഇസ്കോണിൽ കേൾക്കുന്നതാണ് ഐ എം നോട്ട് ദ ബോഡി, അല്ലെ? പറയാൻ വളരെ എളുപ്പമാണ്, ഐ എം നോട്ട് ദ ബോഡി. പക്ഷെ ഇവിടെ ഐ എം നോട്ട് ദി ബോഡിയുടെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഭീഷ്മദേവർ, റൈറ്റ്? അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്ക് പഠിക്കാൻ വളരെ താല്പര്യം ഉണ്ടാവും. കാര്യം അവരുടെ നോളജ് ജസ്റ്റ് ലിപ് സർവീസ് അല്ല, ജസ്റ്റ് ചുണ്ടുകൊണ്ട് അനക്കി ശബ്ദങ്ങൾ പറയുക മാത്രമല്ല, പക്ഷെ അവര് ഹൃദയം കൊണ്ട് ആ അറിവിനെ സാക്ഷാത്കരിച്ചിട്ടു, റൈറ്റ്? നോളജ് ആൻഡ് റിയലൈസേഷൻ, വിജ്ഞാന സഹിതം, ജ്ഞാനം വിജ്ഞാന സഹിതം. സോ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ കണ്ടുകിട്ടാൻ വളരെ റെയറാണ്. സോ അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന്റെ അസോസിയേഷൻ കിട്ടാനും
അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കേട്ടറിയാനും ആ ഒരു അന്തരീക്ഷത്തിൽ കുറച്ചു നേരം നിൽക്കാനും ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന മഹത് വ്യക്തികളും ആഗ്രഹിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പർവ്വതമുനി, നാരദമുനി, ഇപ്പൊ നമ്മൾ വായിച്ച ധൗമ്യൻ, പിന്നെ സാക്ഷാത് വേദവ്യാസൻ. ആക്ച്വലി വേദവ്യാസന്റെ ബ്രദർ ആണല്ലോ ഭീഷ്മർ, അല്ലെ? അച്ഛൻ സെയിം ആണ്. ശന്തനു മഹാരാജാവിന്റെ പുത്രന്മാരാണ് ആരൊക്കെ? ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിൽ നിന്നുണ്ടായ പുത്രനാണ് ഭീഷ്മർ. ആൻഡ് അതേ ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ നിന്നുണ്ടായ പുത്രനാണ് വ്യാസൻ, റൈറ്റ്? പരാശരമുനി, സോറി, ഐ മീൻ മദർ ഇസ് സെയിം, സോറി മാറിപ്പോയി. സോ മദർ ഇസ് സെയിം, സത്യവതി. എനിവേ റിലേറ്റഡ് ടു ദ സെയിം ഫാമിലി, റൈറ്റ്? പിന്നീട് സത്യവതി ശന്തനുവിന്റെ പുത്രനായി, സോറി ശന്തനുവിന്റെ പത്നിയായി, ആൻഡ് ഭീഷ്മർ വന്നു. യാ, യു ഗെറ്റ് ഇറ്റ്. Didn't sleep properly yesterday. So എന്തായാലും ഈ സഹോദരങ്ങളാണ്, സഹോദര സ്ഥാനമാണ്. സോ ഒരു സഹോദരന്റെ മരണത്തെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് വ്യാസദേവർ. ആൻഡ് ഓഫ് കോഴ്സ് ഭീഷ്മ വന്നിട്ട് ഈസ് വൺ ഓഫ് ദി മഹാജനാസ്, ദ്വാദശ മഹാജനങ്ങളിൽ ഒരാളാണ്. സോ അതുകൊണ്ട് ഭീഷ്മർക്ക് ആ ഒരു സ്ഥാനമുണ്ട്. പല വ്യക്തികളും വരുന്നു. ഇവിടെ നാരദമുനി തന്നെ വരുന്നു, ബൃഹദശ്വൻ, ഭരദ്വാജൻ, രേണുകാസുതൻ. ആരാണ് രേണുകാസുതൻ? പരശുരാമൻ, രേണുകയുടെ മകൻ. ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായ പരശുരാമൻ വരുന്നു. വസിഷ്ഠൻ വരുന്നു. സൂര്യവംശത്തിന്റെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കുലഗുരുവായ വസിഷ്ഠൻ വരുന്നു. ഇന്ദ്രപ്രമഥൻ എന്ന് പറയുന്ന ഒരു ഋഷി, ത്രിത, ഗൃത്സമത, അസിത, ഭഗവത്ഗീതയിൽ പറയുന്ന അസിതൻ. ഇങ്ങനെ കുറെ വ്യക്തികൾ വരുന്നു. ഗൗതമ ഋഷി വരുന്നു, കക്ഷിവാൻ, അത്രി, കൗശിക, സുദർശന, सुदर्शना, नॉट दी सुदर्शन चक्र, बट तो ऐसे बहुत सारे ऋषि मुनियां आते हैं दर्शन के लिए, അസോസിയേഷൻ के लिए, സത്സംഗ് के लिए. സോ ഇവിടെ ധൗമ്യനെ കുറിച്ച് പറയുന്നു. ധൗമ്യൻ പാണ്ഡവന്മാരുടെ കുലഗുരുവാണ്. പുരോഹിതൻ എന്നുള്ള വാക്ക് പറയുന്നു. സോ പുരോഹിതന്റെ ഒരർത്ഥം, ഇത് ഞാൻ ജയപതാക സ്വാമി മഹാരാജിന്റെ ക്ലാസ്സിൽ കേട്ടതാണ്. പരഹിതൻ എന്നും ഉള്ള മീനിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് പര, മറ്റുള്ളവർക്ക് ഹിതം ചെയ്യുന്നവൻ എന്നൊരർത്ഥത്തിലും പുരോഹിതൻ ഉണ്ട്. പുര, പര രണ്ടർത്ഥത്തിലും ഉണ്ട്. സോ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, दूसरे की भलाई के लिए जो जी रहा है उसका भी नाम पुरोहित होता है. दूसरों के हित के लिए जो जी रहा है. एंड ऐसा भी बोलते हैं पुर, पुर मतलब शहर, പുരം എന്ന് വെച്ചാൽ നഗരം. ആ നഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ. ये पुरी जो है नगर है, पूरे नगर के हित के लिए जो जी रहा है उसका भी नाम पुरोहित है. Right? ഇപ്പൊ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ല. അവരെന്തെങ്കിലും അവർ പൂജാതി കാര്യങ്ങള്, നമ്മുടെ ഓരോ വീടുകളിലും സംസ്കാരങ്ങൾ ചെയ്യണം. ജാതകർമ്മം മുതൽ അതിനു മുൻപ് ഗർഭാധാന സംസ്കാരം, ജാതകർമ്മം, അങ്ങനെ അന്നപ്രാശനം, ചൂടാകർമ്മം, നിഷ്ക്രമണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 10 തരം സംസ്കാരങ്ങളുണ്ട്. ദശവിധ സംസ്കാരങ്ങളുണ്ട്. മിക്കവാറും എല്ലാം ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. നാമകരണം, വിദ്യാരംഭം, ഇതൊക്കെ ഫസ്റ്റ് തന്നെ തീരും. 8 സംസ്കാരങ്ങള്. ഒരു സംസ്കാരം ജന്മത്തിന് മുൻപ്, ഗർഭാധാന സംസ്കാരം. അത് കഴിഞ്ഞിട്ട് ബാക്കി 7 ജനനം കഴിഞ്ഞിട്ട് ഉടനെ ടക് 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 എന്ന് പറഞ്ഞിട്ട് കുറേ വരും ആദ്യത്തെ വർഷങ്ങളിൽ. പിന്നെ 9ാമത്തെ സംസ്കാരം വിവാഹ സംസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ അന്ത്യേഷ്ടി, ദശ് സംസ്കാരം.
അപ്പൊ ഈ സംസ്കാരങ്ങളൊക്കെ ചെയ്യാൻ പുരോഹിതന്മാരെ ആവശ്യമുണ്ട്. ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ആധ്യാത്മിക ഗുരു, പുരോഹിതൻ രണ്ടുപേരും രണ്ട് വ്യക്തികളായിരിക്കാം, റൈറ്റ്? നോട്ട് ദ സെയിം പേഴ്സൺ. പലപ്പോഴും വീട്ടില് പുരോഹിതന്മാര് നമ്മുടെ സമുദായം അനുസരിച്ച് പുരോഹിതന്മാര് വരാറുണ്ട്. ആധ്യാത്മിക ഗുരുവിന് വേറൊരു സ്ഥാനമാണ്. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്നു, കുലപുരോഹിതനും ആത്മീയ ഗുരുവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. അന്തർ നഹി ഹെ, ऐसा कह रहे हैं. കുലപുരോഹിത് और ആധ്യാത്മിക ഗുരു. ഏതർത്ഥത്തിലാണ് യാതൊരു ഭേദവും ഇല്ല എന്ന് പറയുന്നത്? യാതൊരു ഭേദവും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, റൈറ്റ്? ഭേദമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മള് ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പല നിലവാര തട്ടുകളുണ്ട്. നമ്മൾ സൈമൾട്ടേനിയസ്ലി ഈ ലോകത്തില് ശരീരമായിട്ടും മനസ്സായിട്ടും ആത്മാവായിട്ടും ഒക്കെ നമുക്ക് പാരലലായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകണം, റൈറ്റ്? ശരീരപരമായ ധർമ്മങ്ങളുണ്ട്, പിന്നെ സൂക്ഷ്മ ശരീരപരമായ മനോബുദ്ധിപരമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്, പിന്നെ ആത്മപരമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. എല്ലാം നമ്മൾ അനുഷ്ഠിക്കണം, റൈറ്റ്? ഓൾ ഓഫ് ദിസ് പാരലായിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ടി പോകണം. അപ്പൊ ഇത് ഓരോന്നും പഠിപ്പിച്ചു തരാൻ നമുക്ക് ഓരോ വ്യക്തികൾ വേണം, റൈറ്റ്? പിന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ പല വ്യക്തികളിൽ നിന്നുമാണ് പലതും പഠിക്കുന്നത്. നമുക്ക് തൊഴിൽപരമായിട്ട് പഠിപ്പിക്കാൻ അതിനൊരു ടീച്ചർ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗുരുസ്ഥാനീയന്മാരായ പല വ്യക്തികളും നമുക്ക് ലോകത്തിലുണ്ട്. എല്ലാവരും ആവശ്യമാണ്, റൈറ്റ്? സോ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. ഓൾ ഓഫ് ദീസ് ആർ ദേർ. സോ അങ്ങനെ ഒരു വ്യക്തിയാണ് ധൗമ്യൻ, റൈറ്റ്? പാണ്ഡവന്മാരെ സംബന്ധിച്ച് ഡയറക്ട്ലി നാരദമുനിയും വ്യാസദേവനും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും തന്നെ അവർക്ക് ആധ്യാത്മിക മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഭീഷ്മദേവരെ ഇവിടെ നൽകാൻ പോവുകയാണ്. സോ വി ഗോട്ട് മെനി സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, പാണ്ഡവാസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ധൗമ്യനെ പോലുള്ള കുലഗുരുക്കന്മാരും പ്രധാനമാണ്, റൈറ്റ്? സോ ദാറ്റ് ഈസ് വൺ പോയിന്റ്. സോ ധൗമ്യൻ ഒരു പുരോഹിതൻ എന്ന് പറയപ്പെടും. പണ്ടുകാലത്ത് പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ, എനിക്കൊന്നും വേണ്ട, അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പൗരോഹിത്യ കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ പുരോഹിതന്മാര് പൗരോഹിത്യ കർമ്മങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നന്ദി പറയലും അവർക്കൊരു ദക്ഷിണ കൊടുക്കുകയും വേണം എന്ന് പറയുന്നു, റൈറ്റ്? അവര് പ്രതീക്ഷിക്കുന്നില്ല, അവര് പ്രതീക്ഷിക്കരുത്. പക്ഷെ ഈ കർമ്മം ചെയ്യുന്ന ഹോസ്റ്റ് അവര് തീർച്ചയായിട്ടും ദക്ഷിണ കൊടുക്കണം, റൈറ്റ്? അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അങ്ങനെ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ചെയ്യുന്ന കർമ്മം ഫലമില്ലാതെ പോവും, തമോ ഗുണത്തിലായി പോവും, റൈറ്റ്? മന്ത്രഹീനം അധിഷ്ഠാനം, എന്താണ്, സോറി, വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം എന്ന് പറയുന്നു. ശ്രദ്ധാവിരഹിതം കർമ്മ താമസം പരിചക്ഷത്തെ എന്ന് 18-ാം അധ്യായത്തിൽ പറയും, റൈറ്റ്? വിധിഹീനം, വിധിയില്ലാതെ ചെയ്യുന്നത്, അസൃഷ്ടാന്നം, കറക്റ്റായിട്ട് ഹോമത്തില് അന്നം അർപ്പിക്കാതെ ഇരിക്കുന്നത്, മന്ത്രഹീനം, ശരിയായ മന്ത്രങ്ങൾ ചൊല്ലാതിരിക്കുന്നത്, അദക്ഷിണം, ദക്ഷിണ കൊടുക്കാതിരിക്കുന്നത്, പിന്നെ ശ്രദ്ധാവിരഹിതം കർമ്മ, വിശ്വാസമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ തമോ ഗുണത്തിലായിപ്പോയി. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പുരോഹിതന്മാര് ചോദിക്കുന്നില്ല, പക്ഷെ ആ യജ്ഞം ചെയ്യുന്നവര് അറിഞ്ഞ് ദക്ഷിണ കൊടുക്കുകയും വേണം, റൈറ്റ്? എത്ര ദക്ഷിണ ഉണ്ടെന്നുള്ളവരെ എണ്ണി നോക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇന്ന് ഓൾറെഡി പാക്കേജ് ഡീലാണ്. ഈ പല വാദ്യാർമാരാണ്, ഇത്രയും വാദ്യാർമാരാണ്, അവർ ഓൾറെഡി പറയും ഇന്ന രൂപ 10,000 പ്ലസ് GST എന്നുള്ളത് അവർ ഓൾറെഡി പറയും, കൊടുത്തേ പറ്റൂ. ദക്ഷിണ വേറെ, ഇത് വേറെ, ഇങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് എന്താ പറയാ, അങ്ങനെ ദക്ഷിണ ഭാരതമായി നമ്മൾ മാറിക്കഴിഞ്ഞു. വാസ്തവത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഇതിലും മോശമാണ്, അല്ലെ? അവിടെ പോയാൽ പിടിച്ചു പറിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ
अरे हिंदू പറയാൻ उत्तर भारत में तो इधर मैं कह रहा हूँ कि जो पुरोहित है, जो वो घर वाला जो दक्षिणा दे रहा है, उसको गिन के भी देखना नहीं चाहिए, ऐसा है वो नियम। लेकिन आजकल वो पहले से बता देते हैं इतना पैसा है, और ऐसा भी नहीं, उतना दिया तो भी जेब से खींच लेते हैं। आज लिस्ट बना के देते हैं, विशेष तौर पे उत्तर भारत में तो लिस्ट बना के देते हैं, और उसके बाद भी जितना भी दिया तभी उसका चेहरा प्रसन्न नहीं होता है, खुश नहीं होता है। तो वही तो സ്ഥിതി है आज की. അതിനുശേഷം വ്യാസദേവനെ കുറിച്ച് പറയുന്നു. സോ വ്യാസദേവന്റെ ഓരോരോ മഹാഭാരതം രചിച്ചതും ശ്രീമദ് ഭാഗവതം രചിച്ചതും ഉപനിഷത്തുക്കള്, ബ്രഹ്മസൂത്രം, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. മഹാഭാരതത്തിനെ കുറിച്ച് പറയുന്നു, അത് എഴുതാൻ വേണ്ടി ഈ ആക്ച്വലി ഇതിന്റെ മലയാളം കംപ്ലീറ്റ് നമ്മൾ കറക്റ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ വേർഷനാണ്. പുതിയ വേർഷന് കുറേ തിരുത്തലുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ക്യാൻഡോ ഒരുപാട് കറക്ഷൻസ്, ആ വാക്കുകളൊന്നും ശരിയല്ല, അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വി ഹോപ്പ് വി ക്യാൻ ഗെറ്റ് ദി ന്യൂ വേർഷൻ. ഇപ്പൊ എന്തായാലും വ്യാസദേവൻ എഴുതിയത്, വ്യാസദേവൻ പറയുകയാണ് മഹാഭാരതം 1,10,000 ശ്ലോകങ്ങളാണ് മഹാഭാരതം. 1,10,10,000 उतना श्लोक है महाभारत में. 18 1 19 പർവ്വങ്ങളായിട്ട് അതിനെ പിരിച്ചിരിക്കുന്നു. 18 പർവ്വങ്ങളും കൂടാതെ ഹരിവംശ പർവ്വം എന്ന് പറയുന്ന ഒരു അഡീഷണൽ എന്താ പറയാ അപ്പൻഡിക്സ്, അഡീഷണൽ ബുക്കും കൂടി ഉണ്ട്. അങ്ങനെ 19 പർവ്വങ്ങളായിട്ടാണ് മൊത്തം മഹാഭാരതം ഉള്ളത്. അപ്പൊ ആ മഹാഭാരതവും വേദവ്യാസൻ ഉച്ചരിക്കുന്നു, എഴുതിയെടുത്തത്. കാര്യം ആ സമയം കൊണ്ട് കലിയുഗമായി, എഴുതിയില്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്നറിയാം. അതുകൊണ്ട് ആര് വരുന്നു? ഗണപതി വരുന്നു. അപ്പോ അവര് തമ്മിലുള്ള ഉടമ്പടി നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് വേദവ്യാസൻ ആദ്യം ഗണപതി പറയുന്നു, ശരി ഞാനിത് എഴുതാം, പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലഞ്ച് ബ്രേക്ക് എടുക്കണം. ഗണപതിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല, റൈറ്റ്? എന്താണ്, ലംബോദരനാണ്, റൈറ്റ്? അദ്ദേഹത്തിന് അതുകൊണ്ട് പറഞ്ഞു, നിർത്തിയാലും ഞാൻ എണീറ്റ് പോകും. മനസ്സിലായോ? അതുകൊണ്ട് നിർത്താതെ തുടർന്ന് പറയണം. അപ്പൊ ആ മഹാഭാരതത്തിന്റെ ആ ടേസ്റ്റിനകത്ത് ഞാൻ ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ മറന്ന് ഞാൻ നിൽക്കും, ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു. സോ സാധാരണ വിദ്യാരംഭം കുറിക്കുമ്പോൾ ഹരിശ്രീ ഗണപതയെ നമ എന്നാണ് പൊതുവെ നാട്ടിൽ നമ്മൾ എഴുതാറ്, അല്ലെ? ആ ഗണപതി തന്നെ മഹാഭാരതം എഴുതുകയാണ്. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ ജീവിതത്തിലുള്ള സർവ്വ വിഘ്നങ്ങളും മാറും എന്ന അനുഗ്രഹവും കൂടി മഹാഭാരതത്തിലുണ്ട്, റൈറ്റ്? കാര്യം എഴുതിയത് തന്നെ വിഘ്നേശ്വരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഇതായിരുന്നു, ഒരിക്കലും നിർത്തരുത്, എന്താണ് ആ ശ്ലോകങ്ങൾ പറയുന്നത് നിർത്തരുത്. അപ്പൊ വേദവ്യാസൻ പറഞ്ഞു, ശരി ഞാൻ ഈ വ്യവസ്ഥ സ്വീകരിക്കുന്നു, പക്ഷെ തിരിച്ച് ഞാൻ അങ്ങോട്ടൊരു വ്യവസ്ഥ വെക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ആ വ്യവസ്ഥ? വേദവ്യാസൻ പറഞ്ഞു, ഞാൻ ഈ ചൊല്ലുന്ന ശ്ലോകങ്ങള് ഗ്രഹിച്ച ശേഷം മാത്രമേ, മനസ്സിലാക്കിയ ശേഷം മാത്രമേ താങ്കൾ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു വ്യവസ്ഥ വെച്ചു. അപ്പൊ ഗണപതി വിനായകൻ പറഞ്ഞു, ശരി ഞാൻ അതും സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പറയാറുള്ളത്, ഇടയ്ക്കിടയ്ക്ക് വ്യാസദേവന് ചിന്തിക്കേണ്ട ഒരു സമയം വരുമ്പോ ഒരു പ്രത്യേകിച്ചൊരു കടുകട്ടി ശ്ലോകം വ്യാസദേവൻ പറയും. അപ്പൊ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത 10, 20, 50 ശ്ലോകങ്ങള് വ്യാസദേവൻ മനസ്സിൽ കമ്പോസ് ചെയ്യും. ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടാണ് വേദവ്യാസനും ഗണപതിയും കൂടിയിരുന്ന് മഹാഭാരതം എഴുതിയത്. ആ മഹാഭാരതത്തിനകത്ത് 18 പർവ്വങ്ങൾ എന്ന് പറഞ്ഞു. ആ 18 പർവ്വങ്ങള് ഒരു നാളികേരത്തിന്റെ ഒരു പുറന്തോട് പോലെ എന്ന് പറയുന്നു. അതിന് സെന്റർ ഭാഗത്തുള്ള 9ാമത്തെ പർവ്വം ഭീഷ്മപർവം. ആ ഭീഷ്മപർവം വന്നിട്ട് ആ നാളികേരത്തിനകത്തുള്ള വെള്ള എന്താ പറയാ തേങ്ങ പോലെ എന്നും, അതിനകത്ത് ഭീഷ്മപർവത്തിന്റെ സെന്ററിൽ ഇരിക്കുന്ന എന്ത്, ഭഗവത്ഗീത, അത് വന്നിട്ട് ആ തേങ്ങാ വെള്ളം, റൈറ്റ്, ഇളനീര് പോലെയും എന്ന് ഒരു കമ്പാരിസൺ ആചാര്യന്മാര് പറയുന്നു. സോ അത് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഭഗവത്ഗീത रख गई है. महाभारत के 18 पर्व है, उसके बीच वाला 9वें पर्व में
भीष्म पर्व में उसके बिल्कुल केंद्र में भगवत गीता है, नारियल पानी है. And of course, ആ ഭഗവത്ഗീതയുടെ സെന്ററിൽ പറയുന്ന ശ്ലോകമാണ് മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണം. 9th chapter, right? So, ഇതൊക്കെ ഭീഷ്മദേവൻ, ഇവരൊക്കെ ഭീഷ്മദേവന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഭീഷ്മദേവനെ കുറിച്ച് ആലോചിച്ചാൽ, ഞാൻ ഭീഷ്മദേവൻ എന്നൊരു പേഴ്സണാലിറ്റിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ അസ്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. हमारा अस्तित्व के तीन स्तर होते हैं. 3 ലെവൽ നമ്മുടെ ജീവിതമുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, നമ്മൾ ആത്മാവാണ്. അതുകൊണ്ട് ആത്മീയ തലത്തില് നമുക്കൊരു ജീവിതമുണ്ട്, റൈറ്റ്? നമ്മൾ കൃഷ്ണാവബോധത്തിലേക്കോ ഭക്തിയിലോ വരുന്നതിന് മുൻപ് ആ ജീവിതം നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ആത്മാവിന്റെ തലത്തിലുള്ള ജീവിതത്തിന് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവാം, എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ ഇവിടേക്ക് എത്തിക്കുന്നത്. പക്ഷെ ആത്മീയ ജീവിതം പൊതുവെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പിന്നെ ഒരു മെന്റൽ ലൈഫ് ഉണ്ട്. നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട, സൂക്ഷ്മ ശരീരമായിട്ട് ബന്ധപ്പെട്ട മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആ ഒരു ലെവലിൽ, മെന്റൽ ലെവലിലുള്ള അല്ലെങ്കിൽ സട്ടിൽ ലെവലിലുള്ള ഒരു ജീവിതമുണ്ട്, റൈറ്റ്? വാസ്തവത്തിൽ നമ്മൾ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. പിന്നെ ശരീരത്തിന്റെ തലത്തിലുള്ള ജീവിതം, ഉറങ്ങണം, ഉണ്ണണം, എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ പ്രധാനമാണ്. സോ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഒരു ഈ ഓരോ ലെവലിലും നമുക്ക് എന്താ പറയാ, അനുഭവങ്ങളുണ്ട്, പെയിൻസ് ആൻഡ് പ്ലഷേഴ്സ് ഉണ്ട് ഓരോ ലെവലിലും. സോ ചിലപ്പോ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, നമുക്ക് ചിലപ്പോ അനുഭവം ഉണ്ടാവും, നമ്മൾ ഒരു തലത്തില് ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ മറ്റൊരു തലത്തില് प्रॉब्लम्स ഉണ്ടാവും साइमल्टेनियसली, ഒരേ സമയം, एक ही समय. ऐसा हो सकता है कि एक स्तर पे हम बहुत खुश हैं, बहुत संतुष्ट हैं, लेकिन दूसरे स्तर पे बहुत कठिनाइयां चल रहा है. ऐसा होता है क्या? परेशानियां होती हैं, ऐसा होता है क्या? होता है, वही तो बात हो रहा है. ഒരു ഉദാഹരണം സിമ്പിൾ പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട, പോകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ്? വൃന്ദാവൻ. മാതാജിക്ക് വൃന്ദാവൻ, മായപ്പൂർ, ठीक है. പറഞ്ഞ ഓഫൻസ് ഒന്നും ആവില്ല. whatever, I mean, you can keep it private, no problem. So various places, right? നമുക്ക് ഓരോ സ്ഥലത്ത് പോകണം. നമ്മളിപ്പോ സപ്പോസ് ഫോർ എക്സാമ്പിൾ വൃന്ദാവൻ कार्तिक मास അല്ലെങ്കിൽ मायापुर गौर पूर्णिमा फेस्टिवल टाइम परिक्रमा टाइम हम जा रहे हैं, ठीक है? സ്പിരിച്വലി ഭയങ്കര എക്സ്റ്റാറ്റിക് ആണ് നമ്മൾ, ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ അവിടെ പോയി ഒരുപാട് പ്രസാദം കഴിച്ച് വയറ് കേടായി. സംഭവിക്കുന്ന കാര്യമാണോ? पेट खराब हो गया, ठीक है, लेकिन उत्सव चल रहा है. ऐसा अनुभव किया आपने? सो എന്ത് സംഭവിച്ചു? ആധ്യാത്മിക നിലവാരത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. മേ ബി ഈവൻ മാനസിക മെന്റൽ നിലവാരത്തിൽ നമ്മൾ കുറെ കാലം കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാരെ കാണുന്നു. മായപ്പൂർ നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചു, വൃന്ദാവൻ പോകണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ ഒക്കെ ഒരു ആനന്ദത്തില് മെന്റലി ഭയങ്കര ഹാപ്പിയാണ്, സ്പിരിച്വലി എക്സ്റ്റാറ്റിക് ആണ്, പക്ഷെ വയറുകേടാണ്. സംഭവിക്കാറുണ്ടോ? രണ്ടും ഒരേ സമയം നമ്മള്, രണ്ട് യാഥാർത്ഥ്യങ്ങളും ഒരേ സമയം നമ്മള് ഡീല് ചെയ്തേ പറ്റും, ശരിയല്ലേ? ഇവിടെ ഭീഷ്മദേവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ശാരീരികമായിട്ട് കഷ്ട तो छोटा शब्द है, रोब में तीर लगा അല്ലെ? അത്രയും. ഇനി ബാക്കി കുത്താൻ അമ്പില്ലാത്ത സമയത്താണ് അർജുനൻ
അമ്പ് ശരവർഷം നിർത്തിയത്. ഇനി ബാക്കി സ്ഥലമില്ല. ഈ അമ്പ് വേറൊരു അമ്പിന്റെ പുറകെ പോയിക്കൊള്ളാനേ ഇനി അതിന് സ്ഥലമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഭീഷ്മദേവരുള്ളത്. അത്രയും വേദന ശാരീരികമായിട്ട്, റൈറ്റ്? മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ സന്തോഷം എന്ന് പറയുന്ന സാധനം ഭീഷ്മദേവര് അനുഭവിച്ചിട്ടില്ല. റൈറ്റ്? വെരി വെരി റെയർ ഓപ്പർച്യൂണിറ്റീസിന് മാത്രമേ ഭീഷ്മദേവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. ശരിയല്ലേ? അങ്ങനെ വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ട്രാജഡി എന്തെങ്കിലും സംഭവിക്കും. സംതിങ് അങ്ങനെയാണ് ഭീഷ്മദേവർ. സോ ഭീഷ്മദേവർ എന്ന് പറയുന്ന മഹാജനത്തെ നമുക്ക് നമസ്കരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എല്ലാവർക്കും താല്പര്യം. ഭീഷ്മദേവരാവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്? യു കാൺട്ട് ഇമിറ്റേറ്റ്, ലൈക്ക്, റൈറ്റ്? സോ ആലോചിച്ചോ, ഫിസിക്കലി ഫിനിഷ്ഡ്, mentally very much in pain, right? Then ഭീഷ്മദേവര് വാസ്തവത്തിൽ കൗരവരെയും സ്നേഹിച്ചിരുന്നു, പാണ്ഡവരെയും സ്നേഹിച്ചിരുന്നു. പിതാമഹൻ എന്നുള്ള നിലയ്ക്ക് ഭീഷ്മദേവരാണ് എല്ലാവരുടെയും, വ്യാസദേവനാണ് ഇവര് പലരുടെയും പിതാമഹൻ, റൈറ്റ്? ആക്ച്വലി വ്യാസദേവന്റെ പുത്രന്മാരായിട്ടാണ് ആരൊക്കെ വന്നിരിക്കുന്നത്? എന്താണ്? ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ, ഇവരൊക്കെ വ്യാസദേവന്റെ പുത്രന്മാരാണ്. പക്ഷെ എന്നാലും ഇവരെയൊക്കെ നോക്കി വളർത്തിയെടുത്തത് ആരാണ്? ഭീഷ്മദേവരാണ്. അപ്പൊ വളർത്തു പിതാവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭീഷ്മദേവരാണ്, റൈറ്റ്? അങ്ങനെയുള്ള സമയത്ത് എത്ര അവരുടെ മക്കളാണ്, ഒരു ഗ്രാൻഡ് ഫാദർ, എത്ര ദുഃഖം ഉണ്ടാവും? ഇത്രയും കൗരവന്മാര് ജീവിതം മുഴുവൻ ഉപദേശിക്കാൻ ശ്രമിച്ചു. ദുര്യോധനനെയും എല്ലാവരും കേട്ടില്ല. കൺമുമ്പില് പേരക്കുട്ടികൾ മരിക്കുന്നു, ഗ്രാൻഡ് ഫാദർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദുഃഖം ഉണ്ടാവില്ലേ? അങ്ങനെ ഫിസിക്കലി ഡൗൺ, മെന്റലി ഡൗൺ, ബട്ട് സ്പിരിച്വലി കംപ്ലീറ്റ്ലി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ മെന്റൽ ആൻഡ് ഫിസിക്കൽ പെയിൻ അദ്ദേഹത്തിന് സഹിക്കുക മാത്രമല്ല, ആ സമയത്ത് പ്രസന്നനായിരിക്കുകയും ദുഃഖിച്ചു വന്ന യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ച് അദ്ദേഹത്തിന് സന്തോഷപ്പെടുത്തി വിടാനും സാധിച്ചു. ആലോചിച്ച് നോക്ക്, ഭീഷ്മർ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു കൃഷ്ണൻ മുമ്പിൽ തന്നെ ഉണ്ട്. സെയിം കൃഷ്ണ ഈസ് അമേസ്ഡ്. കൃഷ്ണൻ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ ഭക്തന്മാരായിരിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പറയുന്നത് കൃഷ്ണ ബിക്കംസ് ഡിഫീറ്റഡ് ബൈ ദി ഡിവോഷൻ ഓഫ് ദി ഡിവോട്ടീസ്, റൈറ്റ്? ഇവിടെ ഒരു സ്ഥലമുണ്ട് തമിഴ്നാട്ടില്. എന്ത് സ്ഥലമാണിത്? നമ്പിക്കോവിലാണെന്ന് തോന്നുന്നു. ഒരു സ്ഥലമുണ്ട്, അതൊരു ദിവ്യദേശമാണ്. അവിടെ വന്നിട്ട് തിരുക്കുറുങ്കുടിയാണെന്ന് തോന്നുന്നു. ഐ ഫർഗെറ്റ് ദ നെയിം ഓഫ് ദ ടെമ്പിൾ. പോവേണ്ട ഒരു സ്ഥലമാണ്. അവിടെ രാമാനുജാചാര്യർ വന്നിട്ട് അത്രയും പ്രീച്ച് ചെയ്തു. ഭഗവാന്റെ മഹിമകളെ കുറിച്ച്, ഭഗവാന്റെ സൗന്ദര്യത്തെ കുറിച്ച്, ഭഗവാന്റെ കല്യാണ ഗുണങ്ങളെ കുറിച്ച് രാമാനുജാചാര്യർ പ്രീച്ച് ചെയ്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ അട്രാക്റ്റഡ് ആയിട്ട്, ആകർഷിക്കപ്പെട്ട് എല്ലാവരും ഭക്തന്മാരാവുകയാണ്, എല്ലാവരും വൈഷ്ണവന്മാരാവുകയാണ്. അപ്പൊ അത് കണ്ട സമയത്ത് ഭഗവാന് തന്നെ ഒരു അത്ഭുതം. ഇങ്ങനെ ആൾക്കാരെ ഭക്തന്മാരാക്കി തീർക്കാൻ സാധിക്കും? എങ്ങനെയാണ് താങ്കൾക്ക് അത് സാധിക്കുന്നത്? എനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞ് ഭഗവാൻ രാമാനുജാചാര്യരോട് പറയുന്നു. സോ രാമാനുജാചാര്യൻ ചിരിച്ചിട്ട്, എനിക്ക് അതൊന്ന് പറഞ്ഞു തരാമോ, ആ ഒരു സീക്രട്ട്, ആ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാമോ എന്ന് രാമാനുജാചാര്യരോട് ആര് ചോദിക്കുന്നു? ഭഗവാൻ ചോദിക്കുന്നു. പെരുമാൾ ഇസ് ആസ്കിങ്. അപ്പൊ രാമാനുജാചാര്യ ചിരിച്ചിട്ട് പറയും, ഇത് പറഞ്ഞു തരാം, പക്ഷെ അത് പറഞ്ഞു തരാൻ അതിൻ്റെതായ ചില രീതികളുണ്ട് എന്ന് ഭഗവാനോട് വ്യംഗ്യമായിട്ട് പറയും. രാമാനുജാചാര്യ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? അപ്പൊ ഭഗവാൻ അത് കേട്ടപ്പോ ഭഗവാന് മനസ്സിലായി. ശരി, ഭഗവാൻ പറഞ്ഞു ആ രീതിയിൽ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ താഴെ ഇരുന്നു, രാമാനുജാചാര്യ മുകളിലെ സീറ്റിൽ പിടിച്ചിരുത്തി, എന്നിട്ട് പറഞ്ഞു ഇനി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. റൈറ്റ്? ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. പേര് മറന്നുപോയി, അത് നോക്കി പറയാം. സോ അത് കഴിഞ്ഞിട്ട് രാമാനുജാചാര്യര് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങി. താങ്കൾക്കറിയാമോ പരമപുരുഷൻ പെരുമാൾ, ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാമോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഇതൊക്കെ സാക്ഷാത്കരിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശക്തി ഭഗവാൻ തന്നെ തരും, ഇതൊക്കെ താങ്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട്
ഭഗവാനോട് തന്നെ ഭഗവാനെ കുറിച്ച് ക്ലാസ് എടുത്തു. മനസ്സിലായില്ല? സോ അങ്ങനെ ഭക്തന്മാർക്ക് ഭഗവാന് സ്വയം അറിയുന്നതിനെക്കാട്ടിലും നന്നായിട്ട് ഭഗവാനെ അറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മളെക്കാളും നന്നായിട്ട് നമ്മളെ അറിയുന്ന വ്യക്തികൾ ഉണ്ടാവാം, ഇല്ലേ? അമ്മയോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ, നമുക്ക് നമ്മളെ തന്നെ അറിയുന്നതിനെക്കാട്ടിലും നന്നായിട്ട് നമ്മൾ അറിയുന്ന വ്യക്തികൾ, അങ്ങനെ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. റൈറ്റ്? അപ്പൊ ഭഗവാനെ തന്നെ അറിയില്ല. എത്രത്തോളം അറിയില്ല? പരിശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനെ അറിയുന്ന ഇടത്തോളം ഭഗവാന് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? കൈക്കിടി ചുനോ ഭഗവാൻ വടപത്രശായി, അല്ലെ? ആലിലക്കണ്ണനായിട്ട് ഭഗവാൻ വന്നത്. അതുകൊണ്ടും കൂടി തന്നെയാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ആയിട്ട് വന്നത്. റൈറ്റ്? കാര്യം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ശ്രീരാമാനന്ദരായ മുഖേ രസകഥ എന്നാണ് പറയുന്നത്. അപ്പൊ കാര്യം സാക്ഷാത്കരിച്ചത്, റൈറ്റ്? ഒരു ഭക്തന്റെ സാക്ഷാത്കാരം ഭഗവാനും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന് തന്നെ തന്റെ വ്യക്തിത്വത്തിന്റെ അറിയാത്ത പല വശങ്ങളും ഉണ്ട്. അത് കേൾക്കാൻ വേണ്ടി ഭഗവാനും ഉത്സുകനാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നാഹം തിഷ്ഠാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലില്ല. യോഗിനാം ഹൃദയേഷുവ, യോഗികളുടെ ഹൃദയത്തിലും ഞാനില്ല. മത് ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ, എന്റെ ഭക്തന്മാർ എവിടെയാണോ എന്നെ കുറിച്ച് കീർത്തനം ചെയ്യുന്നത് അവിടെ ഞാനുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. റൈറ്റ്? കൃഷ്ണ വാണ്ട്സ് ടു ലേൺ. ആലോചിച്ച് നോക്കൂ. കൃഷ്ണ വാണ്ട്സ് ടു ബി എ സ്റ്റുഡന്റ്. ഹി വാണ്ട്സ് ടു ലേൺ, ഓഫ് കോഴ്സ്, അബൌട്ട് ഹിംസെൽഫ്. ഹി വാണ്ട്സ് ടു, റൈറ്റ്? സോ അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ഭീഷ്മദേവർ. ലാസ്റ്റ് ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ഇതിൽ നിന്ന് നമുക്കൊരു ലെസൺ ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. വാസ്തവത്തില് നമ്മളെല്ലാവരും ശാശ്വതമായ ആനന്ദമാണ് ആഗ്രഹിക്കുന്നത്. റൈറ്റ്? ആനന്ദമയോ അഭ്യാസ, റൈറ്റ്? ജീവാത്മാവിന്റെ സ്വാഭാവിക സ്വഭാവം അത് ആനന്ദമാണ്. ആ ആനന്ദമാണ് നമ്മൾ തേടി നടക്കുന്നത്. റൈറ്റ്? പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ശരീരത്തിന്റെ തലത്തിലും സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും തലത്തില് ആനന്ദം ഒരിക്കലും നിത്യമായിരിക്കില്ല. അതിന് പരിമിതികളുണ്ട്, അതിന് പ്രശ്നങ്ങളുണ്ട്. അതങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാവിന്റെ തലത്തില് ആനന്ദം നമ്മൾ കണ്ടെത്താത്തിടത്തോളം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. റൈറ്റ്? സോ അതുകൊണ്ട് ആത്മാവിന് ആനന്ദം എന്താണ്? ആത്മാവിന് ആക്ച്വലി വേണ്ടത് കൃഷ്ണനാണ്. റൈറ്റ്? വി നീഡ് കൃഷ്ണ. കൃഷ്ണനാണ് നമുക്ക്. കൃഷ്ണന്റെ അസോസിയേഷൻ, കൃഷ്ണകഥ, നാമരൂപ ഗുണലീല, അതിനു വേണ്ടിയാണ് പ്രഭുപാദ് പറയുന്നു കൃഷ്ണ കോൺഷ്യസ്നെസ്, കൃഷ്ണ അവബോധമാണ് ആത്മാവ് തേടി നടക്കുന്നത്. മരുഭൂമിയില് ഒരു മരുപ്പച്ച എന്ന് പറയുന്ന പോലെ, ഡെസേർട്ടിൽ ഒയാസിസ് എന്ന് പറയുന്നത് പോലെ ആത്മാവ് തേടി നടക്കുന്നത് കൃഷ്ണനെയാണ്. അപ്പൊ ആ കൃഷ്ണനെ സ്വയം സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് കൃഷ്ണനെ നൽകാനും വേണ്ടിയാണ് കൃഷ്ണ അവബോധ പ്രസ്ഥാനം പ്രഭുപാദ് സ്ഥാപിച്ചിരിക്കുന്നത്. ടു ടേക്ക് കൃഷ്ണ ആൻഡ് ടു गिव कृष्ण, अल्ले? कृष्ण को पाने के लिए और प्रदान करने के लिए ये अंतर्राष्ट्रीय कृष्ण भावनामृत संघ की स्थापना श्रील प्रभुपाद ने किया. सो അതുകൊണ്ട് നമ്മൾ രണ്ടും ചെയ്യണം. We need to take Krishna, accept Krishna, and we also need to give Krishna. ഭീഷ്മദേവർക്ക് കൊടുക്കാൻ ഈ ഭൗതിക ആയിട്ട് നോക്കിയാൽ ഒട്ടും സാധിക്കാത്തൊരു സ്ഥിതിയിലാണ് ഭീഷ്മദേവർ ഇത് ചെയ്തു കാണിക്കുന്നത്. ആൻഡ് ഭീഷ്മദേവരുടെ പരമ്പര പിന്തുടർന്ന് നമുക്കറിയാം ശ്രീല പ്രഭുപാദിന്റെ അവസാന ദിവസങ്ങളിലും
അതേപോലെ തന്നെ പ്രഭുപാദിന്റെ ശിഷ്യന്മാര് ഭക്തി തീർത്ഥ സ്വാമി മഹാരാജിന്റെ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷനും മഹാരാജ് കൃഷ്ണ കോൺഷ്യസ്നസ് അനുഭവിക്കുകയും കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വി ഹാവ് ശ്രീധര സ്വാമി മഹാരാജ്. ശ്രീധര സ്വാമി മഹാരാജ് അദ്ദേഹത്തിന് അഡ്വാൻസ്ഡ് മെലോനോമ ക്യാൻസർ, ആ അവസ്ഥയിലും ശ്രീധർ സ്വാമി മഹാരാജ് ഇങ്ങനെ ആ സമയത്ത് പോലും മഹാരാജ് തമാശ പറയാറുണ്ട്, യൂസ് ടു ജോക്ക്, റൈറ്റ്? അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല. ആ ഒരു സമയത്ത് പോലും ശ്രീധർ സ്വാമി മഹാരാജിന്റെ ലൈഫ് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തമാശ പറഞ്ഞ്, ഒരു പ്രാവശ്യം മഹാരാജ് ഒരു തമാശ പറയുന്നതിന്റെ എക്സാമ്പിൾ ആണ്, ഈ ശരീരത്തില് എന്താണ് പറയുക, ഇറ്റ്സ് എ ടെക്നിക്കൽ വേർഡ് ഫോർ ഇറ്റ്, ഡോക്ടേഴ്സിന് അറിയാം. വെള്ളം ശരീരത്തിൽ കെട്ടി കിടക്കും ഈ ഇതുപോലെ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോ. എന്തോ ഒരു വാക്കുണ്ട് അതിന്, ലൈക്ക് മാതാജിക്ക് അറിയായിരിക്കും, വെള്ള മാതാജി വിൽ നോ. സോ ദർ ബി സ്വെല്ലിംഗ് ബിക്കോസ് ഓഫ് വാട്ടർ റിട്ടൻഷൻ, എന്തോ ഒരു പേരുണ്ട്. ശരീരത്തില് വെള്ളം പുറത്തു പോകുന്നില്ല, അകത്ത് കൂടി ജലാംശം കൂടി അത് ഒരു പ്രശ്നമാവും. സോ അങ്ങനെ ഒരു കണ്ടീഷൻ മഹാരാജിന്റെ ഒരു ആഗ്രഹം, മായാപ്പൂരിൽ ശരീരം ഉപേക്ഷിക്കണം. ഐ വോണ്ട് ടു ലീവ് ദി ബോഡി ഇൻ മായാപ്പൂർ. സോ കാനഡയിലായിരുന്നു മഹാരാജ് ഉള്ളത്, ശ്രീധര സ്വാമി. സോ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് വരണം. പക്ഷേ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ മുഖം കണ്ടാൽ അറിയാം രോഗിയാണെന്ന്. അപ്പൊ അതുകൊണ്ട് ആരും പ്ലെയിനിലൊന്നും യാത്ര ചെയ്യാൻ പെർമിഷൻ കിട്ടില്ല. പക്ഷേ മഹാരാജിന്റെ ആഗ്രഹപ്രകാരം ഇന്ദ്രദ്യുമ്ന മഹാരാജ് കാനഡയിൽ പോയി. ഇന്ദ്രദ്യുമ്ന മഹാരാജ് ഒരു പ്രതിജ്ഞ എടുത്തു, അതായത് ശ്രീധർ സ്വാമി മഹാരാജ് എന്റെ ഗോഡ് ബ്രദർ ആണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ മായപ്പൂരിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ശ്രീധർ സ്വാമി മഹാരാജിനെ, അദ്ദേഹത്തിന്റെ പേര് ജോളി സ്വാമി എന്നാണ്, ഒരു നിക് നെയിം. ശ്രീധർ സ്വാമി ഇസ് കോൾഡ് ജോളി സ്വാമി. തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏതൊരവസ്ഥയിലും. സോ ജോളി സ്വാമി, എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ബോംബെയിൽ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലൈഫ് മെമ്പേഴ്സിനൊക്കെ ഉണ്ടാക്കി പ്രീച്ച് ചെയ്തത് ശ്രീധർ മഹാരാജാണ്. സോ തിരിച്ചു അവിടുന്ന് കാനഡയിൽ നിന്ന് എങ്ങനെയോ ഫ്ലൈറ്റ് ഒക്കെ റെഡിയാക്കി ഈ രോഗാവസ്ഥയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി വലിയ ജർക്കിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടാൽ അങ്ങനെ അറിയില്ല, മുഖത്തൊക്കെ എന്തൊക്കെയോ പുരട്ടി അങ്ങനെ വരികയാണ്. ഫ്ലൈറ്റിനകത്ത് തന്നെ അൺകോൺഷ്യസ് ആയി, അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ വരുന്ന വഴിക്ക് അവസാനം എങ്ങനെയോ മായാപ്പൂർ എത്തിയപ്പോ തന്നെ ഫ്ലാറ്റ് അദ്ദേഹത്തിന് തളർന്നു, അങ്ങനെ കിടക്കാണ്. പക്ഷെ ഗൗരപൂർണിമ 3 ആഗ്രഹങ്ങൾ മഹാരാജന് ഉണ്ടായിരുന്നു. ഒന്ന് മായപ്പൂർ വരണം, സെക്കൻഡ് പഞ്ചതത്വ അഭിഷേകം 2004 ഫസ്റ്റ് പഞ്ചതത്വ അഭിഷേകമാണ്, അതിൽ പങ്കെടുക്കണം, മൂന്നാമത് ഗൗരപൂർണിമ കാണണം എന്ന് പറഞ്ഞ് 3 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഈ 3 ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി. അങ്ങനെ ഇന്ദ്രദ്യുമ്ന മഹാരാജ് ശ്രീധർ മഹാരാജിനെ കൊണ്ടുവരുന്നു. ശ്രീധർ മഹാരാജിന് ഫുള്ളി വന്ന ഉടനെ മായപ്പൂർ വന്നപ്പോ ഒരു ഹീറോസ് വെൽക്കം ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ദ്രദ്യുമ്ന മഹാരാജ് പറയാണ്, ജീവിതം മുഴുവൻ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിന് വിജയശ്രീ ലാളിതനായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു സേനാധിപതിക്ക് കിട്ടുന്ന ഒരു രാജകീയ സ്വീകരണം ഉണ്ടല്ലോ, മായപ്പൂരിൽ അന്ന് ശ്രീധര സ്വാമി മഹാരാജ് വരുമ്പോ അതുപോലൊരു രാജകീയ കീർത്തനത്തോടുള്ള ഒരു സ്വീകരണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ദ്രദ്യുമ്ന മഹാരാജ് അമേസ്ഡ് ദാറ്റ് രാത്രി അതും, ബട്ട് ദേ വർ ഓൾ അപ്പ് ആൻഡ് woken up. അങ്ങനെ ശ്രീധർ മഹാരാജ് വന്ന് കിടക്കുകയാണ് മഹാരാജിന്റെ റൂമിൽ. കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിന്റെ ടീം വന്നു, കാര്യങ്ങളൊക്കെ നോക്കി. ഭയങ്കര ബ്ലോട്ടിംഗ് ഉണ്ട്, വയറിങ്ങനെ വീർത്തിരിക്കുകയാണ്. എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ, എത്ര നാൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ്, ഡ്യൂട്ടി ഡോക്ടേഴ്സ് എല്ലാരും ടെൻഷനിലാണ്. സമയത്ത് ഇങ്ങനെ വയറ് തൊട്ട് നോക്കുമ്പോ ശ്രീധർ മഹാരാജ് പെട്ടെന്ന് ഉറക്കത്തിൽ ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയാണ്, പേടിക്കേണ്ട ഡോക്ടർ ആൺകുഞ്ഞാണ്, പേടിക്കേണ്ട ഡോക്ടർ ആൺകുട്ടിയാണ്. പെട്ടെന്ന് എല്ലാരും ചിരിച്ചു. ആ ഒരു ടെൻഷനുള്ള ഇത് മൊത്തം മാറി. അത് കഴിഞ്ഞ് മഹാരാജ് പിന്നെ 2-3 തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ അന്തരീക്ഷത്തെ തന്നെ വളരെ ലൈറ്റാക്കി. സോ നമ്മൾ ഭീഷ്മദേവരുടെ ജീവിതത്തിലുള്ള ആ ഒരു ഉദാഹരണം നമുക്ക് ശില പ്രഭുപാദിന്റെ അടുത്തും പല പ്രഭുപാദ് ഡിസൈപ്പിൾസ് ജയപതാക സ്വാമി മഹാരാജിനെ കുറിച്ച് പറയാതിരിക്കുന്ന നല്ല ദിവ്യാണ്.
അത്രയും ലൈക്ക് ഹി ഷോയിങ് റൈറ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ലോകത്തിലെ അനിവാര്യമായ മാനസിക പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ വരാതെ 3 ലെവലിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ലൈക്ക് ഡു ആസ് മച്ച് കൃഷ്ണ കോൺഷ്യസ്നെസ് ആസ് പോസിബിൾ അറ്റ് ദാറ്റ്, റൈറ്റ്. നല്ല എന്താ പറയാ, നല്ല സമയങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. പക്ഷെ അല്ലാത്ത സമയങ്ങളും വരും ജീവിതത്തിൽ. അത് ലോകം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ആവുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആധ്യാത്മികമായിട്ട് നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ സഹിക്കുക മാത്രമല്ല, ആ സമയത്ത് പ്രസന്നമായിരിക്കാനും കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് ഒരു എന്താ പറയാ, ഭീഷ്മദേവൻ ഉദാഹരണം കാണിക്കുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു അംശം നമുക്ക് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് പോയിന്റ്, ഞാൻ ഇന്നലെ കേട്ടൊരു കാര്യമാണ് ദാറ്റ് കൃഷ്ണനെ കുറിച്ച് നമ്മളിപ്പോ ഇസ്കോണിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, റൈറ്റ്? എന്തൊക്കെയാ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ? സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ് പഠിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇസ്കോണിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ്? എറ്റിക്കറ്റ് പഠിക്കും. പിന്നെ ബ്രഹ്മാണ്ടത്തിന്റെ സ്ട്രക്ചർ ഇത് എവിടെ ഉണ്ട് അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട്. കർമ്മത്തെ കുറിച്ച് പഠിക്കാറുണ്ട്, അല്ലെ? കർമ്മ വികർമ്മ ഒക്കെ പഠിക്കാറുണ്ട്. പിന്നെന്തൊക്കെയാ പഠിക്കാറുള്ളത്? 10 അപരാധങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട്. പിന്നെന്തൊക്കെയാ പഠിക്കാറുള്ളത്? നരകങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്, ശരിയല്ലേ? ഇതൊക്കെ വേണോ? ഇതെല്ലാം പഠിക്കണം, ശരിയാണ്. പക്ഷെ ഇതെല്ലാം പഠിച്ച ശേഷം കൃഷ്ണനെ കുറിച്ച് പഠിച്ചില്ല എന്നിരിക്കട്ടെ. കൃഷ്ണസ് നെയിം, ഫോം, ക്വാളിറ്റീസ്, പാസ്റ്റൈംസ്, വൃന്ദാവൻ, അതിനെ കുറിച്ച് പഠിക്കണോ വേണ്ടയോ? ബാക്കി എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ട് ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ അത് ഒരു കുറവാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി അബൌട്ട് കൃഷ്ണ. യെസ്റ്റർഡേ ഐ വാസ് ലിസണിങ് ബ്യൂട്ടിഫുൾ ക്ലാസ്. അതായത് കൃഷ്ണന്റെ ഓടക്കുഴല്, റൈറ്റ്? ഫ്ലൂട്ട് എന്ന് പറയും. കൃഷ്ണന്റെ ഓടക്കുഴലിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത്. എന്താ പ്രത്യേകത എന്ന് വെച്ചാല്, കൃഷ്ണൻ ആർക്ക് വേണ്ടി ഓടക്കുഴൽ വായിക്കുന്നുവോ അവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, കൃഷ്ണൻ പശുക്കൾക്ക് വേണ്ടിയാണ് ഓടക്കുഴൽ വായിക്കുന്നത്. അവരിങ്ങോട്ട് വരാനാണെങ്കിൽ പശുക്കൾക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള വ്രജവാസികൾക്ക് പോലും അത് കേൾക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സപ്പോസ് കൃഷ്ണ ഇസ് കോളിംഗ് വൺ ഗോപി, ആ ഗോപിക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ, മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മറ്റുള്ളവർക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് ഓഫ് ബിഹേവിയർ വരുമ്പോ പറയായിരുന്നു, ഒരു ഗോപി വന്നിട്ട് ഈ മറ്റേ കനല് അടുപ്പുണ്ടല്ലോ, കരിയടുപ്പ്, എന്താ പറയാ, ചൂല, അതില് റോട്ടി ഉണ്ടാക്കായിരുന്നു. അവിടെ അകത്ത് ഭർത്താവ് പ്ലേറ്റും വെച്ച് കാത്തിരിക്കുകയാണ്. 2 എണ്ണം കഴിച്ചു കഴിഞ്ഞു, ഇനി 3ാമത്തെ 4ാമത്തേന് വേണ്ടി കാത്തിരിക്കുക. പെട്ടെന്നാണ് കൃഷ്ണൻ റോട്ടി വിളിച്ചത്. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഈ തിരിച്ചിട്ട റോട്ടി എടുത്ത് താഴേക്ക് വെക്കണം. അത് വെക്കാൻ മറന്നുപോയി. അതിനു മുമ്പ് ഭഗവാന്റെ ഫ്ലൂട്ട് വിളി ഇവർക്ക് മാത്രമേ കേൾക്കുള്ളൂ. അതാണ് കാര്യം, മറ്റുള്ളവർക്ക് കേൾക്കുന്നുമില്ല. അപ്പൊ എന്തായി, അത് അടുപ്പിലിരുന്ന് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അകത്ത് നിന്ന് വയറ് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എണീറ്റ് പോയി, റൈറ്റ്? സോ ദാറ്റ്സ് ദി പവർ ഓഫ് കൃഷ്ണസ് ഫ്ലൂട്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടത്, അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കൃഷ്ണനെ ശ്രീമതി രാധാറാണിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല്, കൃഷ്ണൻ ഫ്ലൂട്ട് വായിക്കുമ്പോൾ അതിന്റെ ഓടക്കുഴലിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരികയാണ്, കാറ്റ് പുറത്തേക്ക് വരികയാണ്. പക്ഷേ രാധാറാണിയുടെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ഒന്നുമുണ്ട്, കേട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? കൃഷ്ണന് ഓടക്കുഴൽ പോലെ, ലൈക് कृष्ण की मुरली है या वेणु है, राधा रानी का अपना एक वाद्य उपकरण है, संगीत उपकरण है. उसका नाम जानते हैं क्या? കേട്ടിട്ടില്ല? രാധാറാണിയുടെ, ശ്രീമതി രാധാറാണിയുടെ ഫേവറേറ്റ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്, ആക്ച്വലി രാധാറാണി ഓൾസോ ഹാസ് ഗോട്ട് എ ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ശ്രീമതി രാധാറാണിക്കും സ്വന്തമായ ഒരു ഓടക്കുഴലുണ്ട്. ആൻഡ് ഗോപികമാരുടെ അഭിപ്രായം അനുസരിച്ച്
കൃഷ്ണനെക്കാളും നന്നായിട്ട് ശ്രീമതി രാധാറാണിയാണ് ഫ്ലൂട്ട് വായിക്കുന്നത് എന്നാണ് ഗോപികമാരുടെ അഭിപ്രായം, റൈറ്റ്? സോ അതുകൂടാതെ ശ്രീമതി രാധാറാണിയുടെ ഒരു ഫേവറേറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വന്നിട്ട് കച്ചപ്പി വീണ എന്ന് പറയും. കച്ചപ്പി വീണ, കച്ചപം എന്ന് പറഞ്ഞാല് ആമ, ടോർട്ടോയ്സ്, ആമ, റൈറ്റ്? സോ കച്ചപ്പി വീണ, ഒരു ആമയുടെ ഷേപ്പ്, വീണയുടെ അടിഭാഗം കണ്ടു കഴിഞ്ഞാൽ ആമയെ പോലെ ഇരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതരം വീണയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. രാധാറാണിയുടെ ഇൻസ്ട്രുമെന്റ് കച്ചപ്പി വീണയാണ്. അതിന് ഇംഗ്ലീഷിൽ ലൂട്ട് എന്ന് പറയും, LUT, ലൂട്ട്, കച്ചപ്പി വീണ. പലതരം വീണയുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? എന്തായാലും പറയാ, ഗായത്രി വീണ എന്ന് പറഞ്ഞൊരു വീണയുണ്ട്. നമ്മൾ കാണുന്ന വീണ മാത്രമല്ല, പല തരത്തിലുള്ള വീണകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഈ ഒരു പല പല ടൈപ്പ് അതിനകത്തുണ്ട്, റൈറ്റ്? ഇതിന് ഓരോന്നിനും ഓരോ സൗണ്ടാണ്. അപ്പൊ കച്ചപ്പി വീണയാണ് ശ്രീമതി രാധാറാണിയുടെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്. ആൻഡ് കച്ചപ്പി വീണ ശ്രീമതി രാധാറാണി പ്ലേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ശബ്ദം ഈ ഓടക്കുഴലിലെ ഹോൾസ് ഉണ്ടല്ലോ, അതിനൊക്കെ ബ്ലോക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. സോ കച്ചപ്പി വീണയുടെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ കൃഷ്ണന് ഓടക്കുഴലിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. കൃഷ്ണ ഗോസ് ടു ഹിയർ ശ്രീമതി രാധാറാണീസ് കച്ചപ്പി വീണ, റൈറ്റ്? അപ്പൊ ഇങ്ങനെ രാധാകൃഷ്ണ ലീലകളിലായാലും വൃന്ദാവന ലീലകളിലായാലും ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിലായാലും ഒക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൂടുതൽ കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ കേട്ട് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ആ സ്പിരിച്വൽ ലെവലിൽ നമ്മൾ കൃഷ്ണനിൽ നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആയി അറ്റാച്ച്ഡ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഭഗവത്ഗീതയിൽ പറയുന്നു, യം ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ എന്ന് പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈ ശ്ലോകം, യം ലബ്ധ്വാ ചാപരം ലാഭം. സോ ഹോൾ പർപ്പസ്, പ്രഭുപാദ് പറയുന്നു, കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം നമ്മുടെ ഹൃദയം കൃഷ്ണനോട് അട്രാക്റ്റഡ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഉപദേശാമൃതത്തിലെ 8-ാമത്തെ ശ്ലോകം, വെരി ഇമ്പോർട്ടന്റ് ശ്ലോക, ഉപദേശാമൃതത്തിലെ 8-ാമത്തെ ശ്ലോകം. ആ ശ്ലോകത്തിന്റെ പേര് തന്നെ പറയുന്നത് ഉപദേശസാരം. ഉപദേശാമൃതം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വൈദിക ആചാര്യന്മാരുടെ അതേപോലെ വൈഷ്ണവ ആചാര്യന്മാരുടെ ഉപദേശങ്ങളും എല്ലാം കണ്ടൻസ് ചെയ്തതാണ്, കുറുക്കിയെടുത്തതാണ് എന്ത്? ഉപദേശാമൃതം. ആ ഉപദേശാമൃതത്തിന്റെ എസൻസ് ആണ് 8th ശ്ലോക. അതിന് ഉപദേശസാരം എന്ന് പറയും. പക്ഷെ നമ്മൾ എല്ലാവരും ഈ ശ്ലോകം ബൈഹാർട്ട് പഠിക്കണം. തന്നാമരൂപ ചരിതാദി സുകീർത്തനാനുസ്മൃത്യോ ക്രമേണ രസന മനസ്സി നിയോജ്യ തിഷ്ഠൻ വ്രജേ തദനുരാഗി ജനാനുഗാമി കാലം നയേത് അഖിലമിത്യുപദേശസാരം എന്നാണ് ആ ശ്ലോകം. എന്താണ് പറയുന്നത്? തന്നാമരൂപ, കൃഷ്ണന്റെ നാമം, രൂപ, ചരിത, ലീലകൾ, സുകീർത്തനാണ്, ഭഗവാനെ കുറിച്ച് കീർത്തനം ചെയ്ത്, അനുസ്മൃത്യോ, അതിനെക്കുറിച്ച് അനുസ്മരിക്കണം, രസന മനസ്സി നിയോജ്യ, നമ്മുടെ നാവും മനസ്സും നമ്മൾ ഇതിനു വേണ്ടി എൻഗേജ് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യുക? തിഷ്ഠൻ വ്രജേ, അങ്ങനെ വൃന്ദാവനത്തിൽ വസിക്കുക, തദനുരാഗി ജനാനുഗാമി, അതുപോലെ കൃഷ്ണൻ അങ്ങനെ ജീവിക്കുന്ന ഭക്തന്മാരുടെ അനുഗാമിയായിട്ട്, ഫോളോവർ ആയിട്ട് ഇരിക്കുക. അങ്ങനെ കാലം നയേത്, അങ്ങനെ നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം. അഖിലമിതി ഉപദേശസാരം, ഇതാണ് എസൻസ് ഓഫ് ഓൾ അഡ്വൈസ്. നമുക്ക് യു ക്യാൻ സീ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ 8, അതിന്റെ പർപ്പട്ടിൽ പ്രഭുപാദ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നു. സോ ദാറ്റ്സ് ദി പർപ്പസ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്നിട്ട് ആ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് റീച്ച് ചെയ്യുന്നു, നമുക്ക് ആൾക്കാരെ കിട്ടുന്നില്ല, nobody is coming to ISKCON, nobody is coming to Krishna consciousness. I think the first step is we should begin from inside. ഈ ടേസ്റ്റിന് വേണ്ടിയാണ് എല്ലാവരും തേടുന്നത്, റൈറ്റ്? ലോകത്തിൽ എല്ലാവരും സ്നേഹത്തിന് വേണ്ടിയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഔട്ട് ഓഫ് ഡിമാൻഡ് ഒരിക്കലും പോവില്ല, റൈറ്റ്? ഓൾവേസ് ഹാസ് ഗോട്ട് എ മാർക്കറ്റ്. ലവ് ഹാസ് ഓൾവേസ് ഗോട്ട് എ മാർക്കറ്റ്. The movies prove it, the self-help organizations prove it. So there's always the demand for love, especially in Kali Yuga, where you get the fake love more than anything else. പക്ഷെ നമ്മൾ ആദ്യം അത് സ്വീകരിക്കുക. We have to become Krishna conscious and accept that prema inside. Then we will be able to transmit to others. And every person in the city,
there is a demand. So നമുക്ക് ഡിമാൻഡ് ഇല്ലെന്ന് ഒരിക്കലും വിചാരിക്കരുത്. We are building a temple. It's very small actually, right? നമ്മള് ഇത് തന്നെ വലുതെന്ന് വിചാരിക്കുന്നു, പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ we need a very very huge place because so many people are looking for it. We just need to, എന്താ പറയാ, we need to become ready, then Krishna will give. Thank you. Hare Krishna. Srimad Bhagavatam ki jai. Srila Prabhupada ki jai. ഈ ചെറിയ ഭക്തന്മാരങ്ങനെ കാലം നോക്കി തെറ്റിയാണ് പറയുന്നത്. ഈ പ്രത്യേകതാണ് ഈശ്വരൊരു ഈശ്വരത്തോളം നമുക്കറിയാം. ജനീയൊരു ജീവിക്കുന്നതായിട്ട് ഈശ്വരയുടെ അയലുള്ള ഭഗവാനെ ഭക്തോട് സിദ്ധിക്കുന്ന Yes. Actually, ഭഗവത്ഗീതയിൽ തന്നെ ഈ 8ാം അധ്യായത്തില് ഈ നല്ല കാലങ്ങളും അല്ലാത്ത കാലങ്ങളും പറയുന്നതിൽ തന്നെ ആ ഡിസ്കഷന് ശേഷം ഭഗവാൻ പറയുന്നു, നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഖ്യതി കശ്ചന എന്ന് പറയുന്നു. അതായത് ഇതിനെക്കുറിച്ചൊരു യഥാർത്ഥ യോഗി, യഥാർത്ഥ ഭക്തൻ ഇതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു കാര്യം പറയുന്നു. പക്ഷെ വേറൊരു സൈഡില് ഈ പറയുന്നത് പോലെ ഭീഷ്മദേവര് തന്നെ ഭക്തന്മാരൊരിക്കലും ഞാൻ ഭക്തനാണെന്ന് വിചാരിക്കില്ല, ഞാനൊരു ഡിവോട്ടിയാണെന്ന് വിചാരിക്കില്ല. ഈവൻ മറ്റേ ആരുടെ പേരാണത്, ഗോവിന്ദ ഘോഷ് എന്ന് പറയുന്ന ഭക്തൻ ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. ഗോവിന്ദ ഘോഷ്, അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു. പിന്നെ ഭഗവാന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം ഗൃഹസ്ഥനായി. ഗൃഹസ്ഥനായ ശേഷം അദ്ദേഹത്തിന്റെ പത്നി മരിച്ചു. അതാണ് അവസ്ഥ. അപ്പൊ അദ്ദേഹം ഭഗവാനെ വിളിച്ചു പറഞ്ഞു, ഓ കൃഷ്ണ, എന്തിനാണ് ഇത് ചെയ്തത്? ഞാൻ മിണ്ടാതെ ഒരു ബ്രഹ്മചാരിയായിരുന്നതാണ്, എന്നെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചു. അതിനുശേഷം അറ്റ്ലീസ്റ്റ് ഒരു ഗൃഹസ്ഥനായിട്ട് നല്ല കുട്ടികളൊക്കെ ഉണ്ടായി വളരാന്ന് വിചാരിച്ച സമയത്ത് പത്നി മരിക്കുകയും ചെയ്തു. ഇപ്പൊ എന്റെ പിതൃകർമ്മം ആര് ചെയ്യും? എനിക്ക് രക്ഷപ്പെടാൻ ഇനി എന്താണ് വഴി? ഞാൻ നരകത്തിലേക്ക് പോകും. കാര്യം ഞാൻ ഡിവോട്ടി അല്ല. ഡിവോട്ടി നെവർ തിങ്സ് ഭക്ത് കഭി നഹീ മാനത്തെ കി मैं भक्त हूं. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ആര് രക്ഷപ്പെടുത്തും? ഒരവസ്ഥ വന്ന സമയത്ത് ഭഗവാൻ എന്ത് പറഞ്ഞു, ശരി ഞാൻ തന്നെ മകനായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നും ഗോവിന്ദ ഘോഷിന്റെ ഗ്രാമമുണ്ട് ബംഗാളില്. ഇന്നും വർഷത്തിലൊരിക്കൽ വലിയ ഫെസ്റ്റിവൽ ആണ്. ഭഗവാന്റെ പേര് മറന്നുപോയി. സോ ഭഗവാൻ വന്നിട്ട് ആ ഗ്രാമത്തിലെ വിഗ്രഹമാണ്. ഭഗവാൻ ആते हैं और गोविंद घोष के लिए पिंडदान करते हैं हर साल. वो गांव का नाम मैं भूल गया और भगवान का भी नाम भूल गया, लेकिन एक जगह है ऐसा बंगाल में जो गोविंद घोष का गांव, उधर भगवान ये आके ഭഗവാൻ ക്രിയാകർമ്മം करते हैं गोविंद घोष के लिए. അതുപോലെ ഭീഷ്മദേവർ ഓൾസോ, അദ്ദേഹം ഞാനൊരു ഭക്തനാണെന്ന് വിചാരിക്കുന്നില്ല, അദ്ദേഹം ഉത്തരായണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ ഭീഷ്മദേവന് നന്നായിട്ട് അറിയാം ഇതും ശരിയാണ്. അതായത് കൃഷ്ണൻ എപ്പോ വരുന്നോ അതാണ് ഭീഷ്മദേവർക്ക് ഉത്തരായണം അല്ലെ. सो जब भगवान आते हैं, भगवान की प्रतीक्षा में है, तो इसीलिए उत्तरायण तो एक क्या कहते हैं एक्सटर्नल रीजन, ബാഹ്യമായ ഒരു കാരണമാണ്. കൃഷ്ണൻ എപ്പോ വരുന്നോ, ആക്ച്വലി നമ്മുടെ ബുക്കിന്റെ പേര് പോലെ ഭക്തന്മാർക്ക് ഉത്തരായണമല്ല കൃഷ്ണായനമാണ്, റൈറ്റ്? कृष्ण कृष्णायन होता है, दक्षिणायन उत्तरायण नहीं. जब कृष्ण है वही उनके लिए सब कुछ है. ഭീഷ്മദേവരുടെ ആഗ്രഹം, ഭീഷ്മദേവൻ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഞാൻ ശ്രീധർ സ്വാമി മഹാരാജിന്റെ കാര്യം പറയാൻ കാരണം ഭീഷ്മദേവർക്ക് മാത്രമല്ല, നമ്മുടെ റീസെന്റ്ലി നടന്നൊരു സംഭവത്തിലും പ്രാക്ടിക്കലി സെയിം തിങ് ഹാപ്പൻ, റൈറ്റ്? ശ്രീധർ സ്വാമി മഹാരാജ്. ओके, नहीं अदर और गोपी तो क्या भूल गई थी वो काम, काफी बजा थे गोपी ने रोटी बना रही थी, क्या क्या करना भूल गई? नहीं, मतलब रोटी बना रही थी, अपना पतिदेव अंदर बैठा था खाने के लिए और एक खा भी लिया, लेकिन भूख अभी भी है.
तो इधर चूल्हा का आग जल रहा है, रोटी बन रही है, उसको ऐसा ऐसा करना है ना, उसके बीच में भगवान ने बांसुरी बजा दिया। और भगवान की बांसुरी की ऐसी एक विशेषता है कि जो भगवान जिसको बुलाना चाहते हैं ना, वो ही सुन सकते हैं, दूसरा सुन नहीं सकते। मतलब जो भगवान की इच्छा नहीं है तो वो लोग नहीं सुन पा रहे। एक भक्त कह रहे हैं, मैं इतने सालों से मैं मंदिर आके आपका श्री विग्रह का दर्शन कर रहा हूँ, और इतने सालों से मैं वेणु बांसुरी को देख रहा हूँ, देख तो रहा हूँ, सुन नहीं पा रहा हूँ, सुनने का मौका कब आएगा? ऐसा भगवान से झगड़ा कर रहे हैं। तो बोल रहे हैं कि अगर आपकी इच्छा नहीं है तो आप बजाते हैं तो भी मैं सुन नहीं पाऊंगा। और कह रहे हैं कि गोपियां भी ऐसी हैं कि मतलब ब्रज में भी ऐसे हैं जिस जिन जिनको भगवान सुनवाना चाहते हैं वही सुन पाएगा। तो इधर ये गोपी सुन रही है और ऐसा बन रहा है, वो चली गई तो रोटी उस पे है, वो जल गया। तो इधर रोटी आग से जल गया, उधर वो पतिदेव भूख से जल रहा है, और उनको पता नहीं हो रहा है कि अरे क्या हो गया इसका। तो ये है वृंदावन। हरे कृष्ण। So actually, thank you very much. നല്ലൊരു ഇൻസ്ട്രക്റ്റീവ് ക്ലാസ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ 3 ടൈപ്സ് ഓഫ് ലെവൽസ് ഓഫ് ലൈഫ് ഉണ്ട്. മൂന്നിനും ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ at the same തന്നെ ഞാനിപ്പോ പറയുമ്പോ ഓക്കെ യു തിങ്ക് അബൌട്ട് കൃഷ്ണ ഹിയർ ഭാഗം മൈ മന്ത്രത്തിന് എനിക്ക് തോന്നുന്നില്ല ഭാഗം വായിക്കാൻ തോന്നുന്നില്ല. മേ ബി എക്സ്റ്റേണലി ഞാൻ ചിലപ്പോ വേറെ ഡിവോട്ടീസിന്റെ ലൈഫിൽ കണ്ടെന്ന് വരും. ഇൻക്ലൂഡിങ് ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വേറെ സോ മച്ച് മെമ്മറി ഡിസ്റ്റർബ് ദാറ്റ് ഐ ഡോ നോട്ട് വാണ്ട് ടു I thought that like you not getting anything, so any mental peace from what I was searching after mental peace. But sometimes when you paid in future, I mean, okay, I'm practicing this moment. Reading in future, ഇങ്ങനെ ആയാലും ഒരു പേടി. But then what to do in such situation? Even in the കേസിലാണെങ്കിൽ മതം വന്നെങ്കിലും അതിനുള്ള പ്രോപ്പർട്ടി ഇംഗ്ലീഷ് ഒക്കെ അറിയില്ലാത്തതുകൊണ്ട് നല്ലോണം ആരുടെ ലക്ഷ്മൺ. പക്ഷെ സമയത്ത് എന്താ പറയുന്നത് ഈ മെറ്റീരിയൽ What's the question? അതായത് അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ ഈ ശ്രീധർ മഹാരാജൊക്കെ ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആ ഒരു സ്റ്റേജില് എത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കൃഷ്ണനെ വിട്ട് കൃഷ്ണ കോൺഷ്യസ്നസ് വിടാതെ ഫിൽട്ടർ എടുക്കാനായിട്ട് എങ്ങനെ നമുക്ക് അവരെങ്ങനെ പറഞ്ഞു എനിക്കെങ്ങനെ ആ പേര് വന്നാല് എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ വരാൻ സാധ്യത. ആക്ച്വലി കൃഷ്ണ കോൺഷ്യസ് ആയിരിക്കുക, കൃഷ്ണ പ്രേമത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു ആത്മാവിനെ സംബന്ധിച്ച് അതാണ് നാച്ചുറൽ സ്റ്റേറ്റ്, റൈറ്റ്? കൃഷ്ണഭക്തി നിത്യസിദ്ധ ശ്ലോക ആർക്കറിയാം? വെരി ഇമ്പോർട്ടന്റ് ശ്ലോക ചൈതന്യ ചരിതാമൃതം. നമ്മള് വർഷങ്ങളായിട്ട് ഇസ്കോണിൽ ഇരുന്നിട്ട് നെഗറ്റീവായിട്ട് പറയുന്നില്ല, പോസിറ്റീവായിട്ട് പറയും. ശരി, ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഇസ്കോണിൽ ഇരുന്നു, നല്ലൊരു കാര്യം. ഇനിയെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം, നമ്മൾ പഠിക്കണം. അത് സോ ചൈതന്യ ചരിതാമൃത് ഇമ്പോർട്ടന്റ് ഭഗവത്ഗീത ശ്ലോകാസ് ഉണ്ടല്ലോ, ഇമ്പോർട്ടന്റ് ഭാഗവതം ശ്ലോകാസ് ഉണ്ടല്ലോ, അതുപോലെ there are some very important ചൈതന്യ ചരിതാമൃത ശ്ലോകാസ്. This is one of them. कृष्ण नित्य सिद्ध कृष्ण भक्ति साध्य कबुनाय. जानते हैं बाकी चैतन्य चरितामृत को जानना होगा, ये वेरी इंपॉर्टेंट श्लोक. नित्य सिद्ध कृष्ण भक्ति अपनी जाने की नित्य सिद्ध कृष्ण भक्ति साध्य कबुनाय श्रवणादि शुद्ध चित्ते
കുറെ ഉദാർ बोलते हैं. അതായത് കൃഷ്ണഭക്തി നിത്യസിദ്ധമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് നാച്ചുറൽ ആണ് കൃഷ്ണഭക്തി, റൈറ്റ്? അതുകൊണ്ടാണ് പ്രഭുപാദ് അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ പുറമെ ഈ പറഞ്ഞ ഗ്രോസ് ആൻഡ് സട്ടിൽ ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണഭക്തിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരായിട്ട് തോന്നും. ബട്ട് പ്രഭുപാദ് ന്യൂ ദാറ്റ് ആത്മാവിന് കൃഷ്ണമായിട്ടുള്ള നിത്യബന്ധം ഉണ്ടെന്നുള്ളത് പ്രഭുപാദിന് അറിയാവുന്നത് കൊണ്ട് അതിനുള്ള ഒരു അന്തരീക്ഷം പ്രഭുപാദ് സൃഷ്ടിച്ചപ്പോൾ ഇവരെല്ലാവരും ഡിവോട്ടിയായി, റൈറ്റ്? വിത്ത് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ആ അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് വളരും എന്ന് പറയുന്ന പോലെ പ്രഭുപാദ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അതില് വ്യക്തികൾ ഭക്തന്മാരായി. വെള്ളക്കാരെങ്ങനെ ഭക്തന്മാരായി എന്ന് പറഞ്ഞിട്ട് അത്ഭുതമായി. സോ അതുപോലെ ആക്ച്വലി കൃഷ്ണഭക്തി ഈസ് നാച്ചുറൽ, റൈറ്റ്? ബീങ് അട്രാക്റ്റഡ്. ഉറങ്ങിക്കിടക്കുകയാണ്, ഡോർമെന്റ് ആണ്, സുപ്താവസ്ഥയിലാണ്, അല്ലെ, ഉറക്കത്തിലാണ്. പക്ഷെ ആ അംശ യെസ് റിവൈവ് ചെയ്യണം, റൈറ്റ്? അത് വേക്കപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്, ഉണർത്തണം, റൈറ്റ്? പക്ഷെ അത് ഏത് സ്റ്റേജിലാണ് ഉണരുന്നത്, നാച്ചുറൽ ആവുന്നത് ഏത് സ്റ്റേജിലാണ്? ഇറ്റ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് രുചി, റൈറ്റ്? ആക്ച്വലി ദാറ്റ് ഈസ് അനദർ ക്ലാസ്. നമ്മുടെ 9 ലെവൽസ്. ശ്രദ്ധ ഏതൊക്കെയാണ്? ശ്രദ്ധ, സാധുസംഗ്, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേം. സോ 9 ലെവൽസ്, റൈറ്റ്? അപ്പോ രുചി എന്ന് പറയുന്നത് 6th സ്റ്റേജ് ആണ്, കറക്റ്റ്? സോ ആ സ്റ്റേജിൽ വരുമ്പോ ഭാനുമഹാരാജിന്റെ ഒരു ബ്യൂട്ടിഫുൾ സെമിനാർ ഉണ്ട് ഇതിൽ. നമ്മുടെ അറ്റാച്ച്മെന്റ് ടു മെറ്റീരിയൽ വേൾഡ് ആൻഡ് അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ, 2 ടൈപ്പ് അറ്റാച്ച്മെന്റ് നമുക്കുണ്ട്, റൈറ്റ്? സോ ഒരു മെറ്റീരിയൽ സ്റ്റേജിൽ 100% അറ്റാച്ച്മെന്റ് ടു മെറ്റീരിയൽ വേൾഡ്, നോ അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ. 180. പ്രേമ സ്റ്റേജ് 100% അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ, नो अटैचमेंट टू मटेरियल वर्ल्ड. ഇതിനിടയ്ക്ക് इसके बीच वो जो प्रतिशत कृष्ण के प्रति जो आस्था और प्रेम का जो प्रतिशत है वो धीरे धीरे बढ़ता जाएगा. तो श्रद्धा, लिटिल अट्रैक्शन टू कृष्ण, साधु संग, भजन क्रिया, अनर्थ निवृत्ति, निष्ठा. निष्ठा स्टेज വന്നിട്ട് 50-50 मिडिल में 50% अटैचमेंट टू മായ, 50% അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ. വേലി നിൽക്കുന്ന എന്തായാലും പറയാ പൂച്ചയെ പോലെ 50%. ഇറ്റ്സ് എ ബിഗ് തിങ്, റൈറ്റ്? 50% അറ്റാച്ച്മെന്റ് ടു മായ, ദാറ്റ് ഈസ് നിഷ്ഠ, സ്റ്റഡി സ്റ്റേറ്റ്. ആഫ്റ്റർ ദാറ്റ് രുചി. രുചി വരുമ്പോൾ എന്താവും? മോർ ദാൻ 50% അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ. ആൻഡ് സോ എന്താ പറയുന്നത്? വേറൊരു എക്സാമ്പിൾ പറയുന്നത്, ഈ 2 എക്സാമ്പിൾ പറയുന്നു. ഒന്ന്, നമ്മുടെ ഇത് കയറുന്നത് പോലെ, മല കയറുന്നത് പോലെ. നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ എഫേർട്ട് ഇടണം. വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ട് ബുദ്ധിമുട്ടാണ്, റൈറ്റ്? നോട്ട് ഈസി. എന്നിട്ട് നിഷ്ഠ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് യു റീച്ച് ദ പീക്ക്. മലയുടെ മുകളിലെത്തി, റൈറ്റ്? പിന്നെ താഴെ ഇറക്കമാണ്. ഒരു എക്സാമ്പിൾ പറയാണ്. പിന്നെ നമ്മൾ സൈക്കിൾ ചവിട്ടാന്നിരിക്കട്ടെ, ബെസ്റ്റ് എക്സാമ്പിൾ. സൈക്കിൾ ചവിട്ടി നമ്മൾ മലയിൽ കയറുക, റൈറ്റ്? ആദ്യം ശ്രദ്ധ, സാധുസംഖ്യയൊക്കെ കുറച്ച് കയറ്റമാണെങ്കിലും ജെന്റിൽ സ്ലോപ്പ് ആയിരിക്കും. പിന്നെ നമ്മൾ കയറിയും പോയി, ഇനി പുറകെ റിവേഴ്സ് അടിക്കാനും തോന്നുന്നില്ല. അനർത്ഥ നിവൃത്തി ഇങ്ങനെ കയറ്റോ, റൈറ്റ്? ഡിഫിക്കൾട്ട്, റൈറ്റ്? വി നോ ദ പെയിൻ. അനർത്ഥ നിവൃത്തി बहुत. It is like Prabhupada says, hot sugarcane juice. ചൂടുള്ള കരിമ്പ് ജ്യൂസ് പോലെയാണ്. गरम गन्ने का जूस, गन्ना रस तो बहुत मीठा है, लेकिन अगर गर्म है तो गला जलता है. लेकिन गरम ईख का रस, गन्ने का रस, वो अनर्थ निवृत्ति जैसा है. मतलब उस पे रस है, टेस्ट ഉണ്ട്. എന്താണ് മധുരിച്ചിട്ട് എന്താന്ന് പറയാ? അതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹിസ് ഹോളിനസ് നിരഞ്ജൻ സ്വാമി മഹാരാജ് പറയുന്നു,
you are very, very, very fortunate. വളരെ ഭാഗ്യവാന്മാരാണെന്ന് പറയും. And Maharaj said, struggle happily. संतोषपूर्वम कष्टപ്പെടുക. बहुत आनंद से कष्ट उठाइए, वो कह रहे. Struggle happily എന്ന് പറയുന്നത്. അനർത്ഥ നിഷ്ഠ ഇതായി അനർത്ഥ നിവൃത്തി. നിഷ്ഠ വരുമ്പോ നമ്മളൊരു പീക്കിലെത്തി, ഒരു ആശ്വാസം കഴിയും. ഇനി അത് കഴിഞ്ഞ് ഇറക്കമാണ്, രുചി. ചവിട്ടേ വേണ്ട, പാട്ടും പാടിയിട്ട് നമ്മള് उसको ഹാൻഡിൽ ഹോൾഡ് കരണം. പക്ഷെ ചവിട്ടേണ്ട കാര്യമില്ല. ഈ ചെയ്തതിനൊക്കെ ഫലം നമുക്ക് കിട്ടും, റൈറ്റ്? ആൻഡ് അതിന്റെ അടിവാരത്തിൽ നമുക്കൊരു അമ്പലവും കിട്ടും, ഭഗവാനെ തൊഴാൻ പറ്റും, റൈറ്റ്? ദിസ് ഇസ് വൺ എക്സാമ്പിൾ. അനദർ എക്സാമ്പിൾ ഇസ് ജനറേറ്റർ. നമ്മുടെ പവർ പോയാൽ നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും. पहले मारना है, उसके बाद स्टार्ट हो गया तो अपने आप को We hold ourselves when we go into that state where we are walking ahead, but then we suddenly feel disconnected. And then grassroots level is feeling pushing. So what is the thing that we have to do to keep in that going stage? keep struggling. How to keep struggling? So how to feel that we are going ahead in devotion or we are feeling connected? First thing is, you're a teacher, right? Like huh? Insurance, okay. Anyway, I can't think of an insurance example, but could have studied in school. See, wherever there is progress, there is resistance. ഒരു ടയർ, ഒരു വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ vehicle has to go, गाड़ी आगे बढ़ना है तो चक्के को घूमना है, ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. എന്താ പറയാ, ഫ്രിക്ഷൻ ഘർഷൺ പോലത്തെ. ഒരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ, സപ്പോസ് ഇത് ഫ്രിക്ഷൻലെസ് ആണെങ്കിൽ ഇവിടെ ആ ടയർ ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, മുന്നോട്ട് പോവില്ല, അല്ലേ? സോ ഇഫ് ദർ ഇസ് ഫ്രിക്ഷൻ, ദാറ്റ് മീൻസ് ദർ ഇസ് പ്രോഗ്രസ്. ഗോട്ട് ഇറ്റ്? ദർ ഇസ് പ്രോഗ്രസ്. സോ ഇഫ് വി ആർ സ്ട്രഗ്ലിംഗ്, ദാറ്റ് മീൻസ് വി ആർ ആക്ച്വലി പ്രോഗ്രസിംഗ് ഇൻ ഭക്തി. ബട്ട് ദർ ഷുഡ് നോട്ട് ബി സോ മച്ച് ഫ്രിക്ഷൻ ദാറ്റ് ടയർ തേഞ്ഞു പോയി നമ്മൾ, sometimes it gets overheated, right? So therefore what do we do? Cycle like കണ്ടിട്ടില്ലേ, like cycle ചവിട്ടുമ്പോ there is ball bearing inside, so there is friction and moves ahead because of friction. But you should not have so much friction that you totally go away. So what do we do in a bicycle to have enough friction but don't have too much of friction? What do we do? Oil in grease idum, right? grease लगाते हैं तो अच्छा से भागेगा, आगे जाएगा. അതുപോലെ ഈ കൃഷ്ണ കഥയും ഈ ഒരു അസോസിയേഷനും കീർത്തനും ഭക്തന്മാര് തമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്, all this is like greasing, oiling that friction. So on one side we struggle, but on the other side we enjoy. And for all the struggle, we should have hope, we should have 100% conviction. ഈ സ്ട്രഗിളിന്റെ ഫേസ് ഒരു കാലം തീരും, and then it will be very smooth. The natural love for Krishna will come out, and Krishna is watching us. Krishna is also feeling very kind on us, that okay, this Mataji, instead of sleeping till 10 o'clock on Sunday morning, coming here and taking that association, so Krishna also feels very grateful. But ഇപ്പൊ തന്നെ കൃഷ്ണ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചാല് we will reduce our efforts, അല്ലേ? If Krishna gives a pat on the back ഇപ്പൊ, then we'll say ठीक है तो अभी सो जाएंगे, हमारा जो परिश्रम है ना उसको हम ढीला कर देंगे. क्या बोलते हैं? ढीला कर देंगे, ढीला कर देंगे. तो इसीलिए भगवान अभी हमें बहुत ज्यादा शाबाशी नहीं दे रहे हैं, क्योंकि भगवान को पता है यदि ज्यादा शाबाशी दिया तो ये सो जाएगा. हरे कृष्ण. प्रभुपाद की if we have more katha like this, then somehow Krishna will arrange people, arrange the money, arrange everything, the temple will come, because that we get that purity to do.